പ്രൈസ് ദി ലോർഡ്. ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് മാധ്യമത്തിലൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് ധാരാളമായി ഇങ്ങനെയുള്ള പ്രോഗ്രാം എല്ലാ ദിവസവും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഇന്നലെയും പലതും കേട്ട് കാണും. ഇന്ന് തന്നെ കേൾക്കുന്നു, നാളെ ഇനി പലരെയും കേൾക്കും. പക്ഷെ ഇത് നമുക്ക് എത്ര അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ തീരുന്നു. നമുക്കിത് ഈ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തില് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ടോ? അല്ല, ഇത് നമ്മളിങ്ങനെ തന്നെ പിന്നെയും എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പല മാധ്യമങ്ങൾ ഇന്നെ ഓരോരുത്തരുടെയും ഇങ്ങനെ മാറ്റിയിട്ടുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് നമുക്ക് ദൈവനാമം ഇതിലുള്ള മഹത്വം എടുക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? കാരണം മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും ധാരാളം പ്രോഗ്രാമുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ഇത് ചില ജീവിതങ്ങൾക്ക് വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അന്ധവിശ്വാസത്തിൽ പുറത്തു വരുവാൻ, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കയ്യെ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, അരയിൽ തകിട് കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, മാലയിട്ടിട്ട് ലോക്കറ്റിനകത്ത് പല സാധനങ്ങൾ വെച്ചിരിക്കുന്നവരുണ്ട്. ഒരു സമയത്ത് ഞാനും ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീരുന്നാൽ അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസി തന്നെ, അല്ലെങ്കിൽ ഇതെല്ലാം വിശ്വാസത്തിലേക്ക് വന്ന ഒരു തന്നെ വീണ്ടും പറഞ്ഞ തന്നെ കേൾക്കുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നവർ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരിക എന്നുള്ളതാണ്. എന്റെ അനുഭവ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബൈബിളിലേക്ക് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് ഒരാളുടെ അനുഭവ സാക്ഷ്യം ബൈബിളിൽ രേഖപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം 9-ാം അധ്യായം വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം 1-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ഒരാളുടെ അനുഭവ സാക്ഷ്യം കുറിച്ചു. അതിങ്ങനെയാണ് ഞാനത് വായിച്ചിട്ട് ഞാൻ എന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കൽക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന് പേരുള്ള ഒരു പുരുഷൻ. ആ മനുഷ്യന്റെ അനുഭവ സാക്ഷ്യം ലൂക്കോസ് ഇങ്ങനെ കുറിക്കുകയാണ്. അതിന്റെ ഇങ്ങനെയാണ്: ഒന്ന് ചുങ്കക്കാരൻ, അതിന്റെ പ്രമാണിയാണ്. രണ്ടാമത് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ധനവാനാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല, ധനവാനുമാണ് പുള്ളി. പേര് സഖായി എന്നാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം ലൂക്കോസ് കുറിക്കുകയാണ്. നോക്കുക, എന്ന് പേരുള്ള ഒരു പുരുഷനാണ്. അപ്പൊ സഖായി എന്ന പേരുള്ള പുരുഷൻ അദ്ദേഹത്തിന്റെ ജോലിയെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥ, അദ്ദേഹം ദരിദ്രനാണോ സമ്പന്നനാണോ അതിനെപ്പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി പരിശുദ്ധാത്മാവ് ലൂക്കോസിന് കൊടുത്തിട്ട് ലൂക്കോസ് കുറിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം. ഇങ്ങനെ വന്നിട്ട് യേശു അടുത്ത 3-ാം വാക്യം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. അപ്പൊ അടുത്തത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് യേശുവിനെ ഒന്ന് കാണാൻ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അപ്പൊ ഇത് ശ്രമിക്കാൻ എന്തോ ഇരിക്കുന്നു? യേശുവിനെ ഒന്ന് കാണാൻ, യേശു വഴിയെ വരുന്നു, ആർക്ക് വേണം കാണാം, എത്രയോ പേര് പോകുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നത് യേശുവിനെ ഒന്ന് കാണണം. ഇനി ആ ശ്രമത്തിന്റെ പിന്നിലെ കാരണം കുറിച്ചുകൊണ്ട് താഴോട്ട്. കാരണം എന്താണ്? വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. ഇതാണ് അതിന്റെ റീസൺ, ശ്രമത്തിന്റെ കാരണം. പിന്നെ ഈ അവന്റെ വലിപ്പത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവൻ ഒരു തീരെ പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ ശ്രമം നടക്കുന്നത്. കാരണം വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ചെറിയ പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷെ കാണാൻ ബുദ്ധിമുട്ട്, കാരണം തനിക്ക് പൊക്കം കുറവ്. അപ്പം അവിടെ ഒരു ശ്രമം നടക്കുകയാണ് യേശുവിനെ കാണാൻ. ആ ശ്രമം എന്ന് പറഞ്ഞ ഒരു പക്ഷെ അവനിങ്ങനെ ചാടി നോക്കിക്കാണും, അവൻ എന്തെങ്കിലും വെച്ച് അതിന്റെ ഇപ്പൊ മുകളിൽ കയറി നിന്ന് നോക്കിക്കാണും, എത്തിവരി നോക്കിക്കാണും, ഇടത്തോട്ട് പോയി നോക്കിക്കാണും, വലത്തോട്ട് പോയി നോക്കിക്കാണും. ഇങ്ങനെ ശ്രമങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ ശ്രമമാണ് യേശുവിനെ ഒന്ന് കാണണം. പക്ഷെ ആള് ഇച്ചിരി പൊക്കം കുറഞ്ഞ ആളാണ്. പക്ഷെ അതുകൊണ്ട് അവൻ യേശുവിനെ കാണാൻ കഴിയില്ല. കാരണം യേശുവിന് ചുറ്റും ഒരു വലിയ ജനാവലിയുണ്ട്, ഒരു ഭയങ്കര ക്രൗഡിന്റെ മധ്യത്തിൽ യേശു നിൽക്കുന്നത്. ഇവൻ പൊക്കം കുറഞ്ഞാണ്, അവന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. അത് ഈ നമ്മള് പല വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത്ര എളുപ്പമല്ല യേശുവിനെ കാണാൻ. പലരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത്ര ഈസി അല്ല യേശുവിനെ കാണുക എന്നുള്ളത്. അതുപോലെ സഹായിക്കും യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ആ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല.
അപ്പം ആ ശ്രമം കഴിഞ്ഞില്ല. അപ്പൊ ആ ശ്രമം പരാജയപ്പെടുകയാണ്. അവന്റെ ശ്രമം പരാജയപ്പെടുകയാണ്. അടുത്ത വാക്യമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്യം, കാതലായൊരു വാക്യം. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നാറെ അവൻ മുന്നോട്ട് ഓടി. നോക്കുക, 4-ാം വാക്യം. അതിന്റെ മുഴുവനായില്ല, 4-ാം വാക്യത്തിന്റെ പകുതിയാ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാറെ അവൻ മുന്നോട്ടോടി. ഞാൻ ബൈബിൾ താഴോട്ട് വെക്കുകയാണ്. എന്നാറെ അവൻ മുന്നോട്ടോടി. അടുത്തത് ലൂക്കോസ് കുറിച്ചിട്ടു. അവന്റെ സ്റ്റെപ്പ് അവന് വേണം പറയായിരുന്നു, ഓ എന്നാ പോട്ടെ, പിന്നെ വല്ലതും കാണാം എന്ന് പറഞ്ഞ് പുറകോട്ട് മാറാറിയിരുന്നു. അല്ലെ പോട്ടെ, അവിടെ കൈകെട്ടി നിന്നിട്ട് അവന് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. എന്നാറെ അവൻ മുന്നോട്ട് ഓടി. ഈ ഓട്ടം ആ ഓട്ടത്തെ പറ്റി ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഈ ഓട്ടം, അവന്റെ മുന്നോട്ടുള്ള ഓട്ടം, അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഓട്ടം ലോകപ്രസിദ്ധമായ ഒരു ഓട്ടമാണ്. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഓട്ടം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഓട്ടമാണ്. അവൻ ഒരിക്കലും ഈ സഖായി വിചാരിച്ചില്ല ഈ ഓട്ടം കർത്താവ് യേശുവിനെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഓട്ടം ഈ ബൈബിളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ഓട്ടമാണ്. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഓട്ടം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുമെന്ന്. അവൻ ഒരിക്കലും ഭാഷക്കാരിൽ, ഗോത്രക്കാരിൽ, ഏതെല്ലാം ഭാഷയുണ്ടോ, ഏതെല്ലാം ഭാഷയിൽ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം രാജ്യത്ത് ഇത് പ്രസംഗിക്കപ്പെടുന്നു, അവിടെ എല്ലാം ഇത് പ്രസംഗിക്കപ്പെടുന്ന ഒരു ഓട്ടമാണെന്ന് സഖായി സത്യത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഓട്ടം. അല്ലെങ്കിൽ എന്താണ് യേശുവിനെ കാണുക. എന്നാറെ അവൻ മുന്നോട്ട് ഓടി. ഈ ഓട്ടം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഓട്ടമായിരുന്നു. അവനത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഓട്ടം. അവനെടുത്ത ഡിസിഷൻ, ആ തീരുമാനമാണ്, ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല, ഞാൻ മുന്നോട്ട് ഓടും. ഇതാണ് അവന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തിന് വേണ്ടി അവൻ മുന്നോട്ടോടി. ആ ഓട്ടം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ഓട്ടം വിശുദ്ധ ബൈബിളിൽ കുറിക്കപ്പെട്ടു. ആ ഓട്ടം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടു, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓട്ടം യേശുവിനെ അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. ആ എടുത്ത തീരുമാനമാണ്, അവൻ ഉറച്ചു നിന്ന തീരുമാനമാണ്, അവനെടുത്ത സ്റ്റെപ്പാണ് ഇന്ന് ഈ 1-ാം വാക്യം, 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ അവന്റെ അനുഭവ സാക്ഷ്യം ഈ വചനത്തിൽ കുറിക്കപ്പെടാൻ കാരണം അവന്റെ മുന്നോട്ടുള്ള ഓട്ടമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തില് പലപ്പോഴും തീരുമാനം എടുക്കും. നമ്മുടെ തീരുമാനം റൈറ്റ് തീരുമാനമാണോ റോങ് തീരുമാനമാണോ? നമ്മൾ പലപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കും, ഇത് കുഴിയിലേക്ക് വീഴുന്ന സ്റ്റെപ്പാണോ? നമ്മളതെല്ലാം വളരെ ശോധന ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ? നമ്മള് വിവാഹത്തിന്റെ തീരുമാനങ്ങൾ, അയ്യോ എന്റെ പ്രിയപ്പെട്ടവരെ, 100 വട്ടം ചിന്തിച്ചിട്ടേ തീരുമാനിക്കാവുള്ളൂ. അയ്യോ ഇപ്പൊ ഭയങ്കര ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് പുതിയ ജനറേഷൻ. എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ന്യൂ ജനറേഷനെ, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ വളരെ 100 വട്ടം ചിന്തിക്കണം, ഒരു 10,000 വട്ടമെങ്കിലും പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വിവാഹത്തിന്റെ തീരുമാനം ഭൂലോക കള്ളത്തരങ്ങളും ഭൂലോക ചതി നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയും ചതി പതുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ നമ്മളെ കുഴി ചാടിക്കാം, എങ്ങനെ നമ്മളെ ചതിക്കാം, എങ്ങനെ നമ്മളെ വഹിക്കാം, ഇതാണ് ലോകം മുഴുവൻ നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി ഭൂലോകത്തുള്ള സകല ചതിയിലും വീണിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ ഞാൻ തന്നെ മാത്രം ചതി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, നിങ്ങൾ വിവാഹത്തിന് മുമ്പ്, നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് മുമ്പ്, അല്ല നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കുന്ന വിവാഹങ്ങളുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ, നിങ്ങളൊരു 100 വട്ടം ചിന്തിക്കണം, 100 വട്ടം ആലോചിക്കണം, 10,000 വട്ടം പ്രാർത്ഥിക്കണം ദൈവമേ എടുക്കുന്ന തീരുമാനം. അതുപോലെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഒരുപാട് പണം ഉണ്ടാക്കും, എന്നിട്ട് ഈ പണം എല്ലാം കൊണ്ടുവന്ന് ഒത്തിരി പണം ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് വെക്കും. ഭൂലോക പാതാളത്തിലേക്കായിരിക്കും ഈ പണം കൊണ്ട് നമ്മൾ കളയുന്നത്. അയ്യോ, അധിക പലിശ, ദ്രവ്യാഗ്രഹം മൂത്തിട്ട് പലിശ മേടിക്കാൻ കൊണ്ടത് ബാങ്കിലിടും. അവസാനം ബാങ്കും ഇല്ല, ബാങ്ക് മാനേജരും ഇല്ല, പൈസയും ഇല്ല, പലിശയും ഇല്ല, പണവും ഇല്ല, മുതലും ഇല്ല, എല്ലാം പോയ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ന്യൂസുകളാണ് മനുഷ്യര് നമ്മൾ കേൾക്കുന്ന കണ്ടുപിടിക്കുന്ന. പ്രിയപ്പെട്ടവര്, അതെ, പണം കൊണ്ടൊന്ന് കുഴിയിലിടുക. പെട്ടെന്നൊരു ബിസിനസ്, നമ്മുടെ ഒരു കോടി രൂപ ഇരിപ്പുണ്ട്, ഒരു ബിസിനസ്, നാളെ ഇത് 10 ലക്ഷം ലാഭം കിട്ടും. എന്റെ അനുഭവം പറയുന്നത്,
കുഴിയിൽ പോയി ചാടി മുഴുവൻ പോയി. പണവും പോയി, പലിശയും പോയി. അവസാനം കേസ്, കോടതി, വക്കീല്, ഈ ലോകത്ത് സ്നേഹിച്ച എല്ലാവരോട് പണം കൊണ്ടു വന്നു. പൈസയും പോയി, എല്ലാവരുമായിട്ട് പിണക്കമായി, കേസ്, കോടതി, പിന്നെ വക്കീലിന് പൈസ, പോലീസിന് പൈസ, രാഷ്ട്രീയക്കാർക്ക് പൈസ, നാട്ടുകാർക്ക് പൈസ, ആരെങ്കിലും കേസ് ഏൽപ്പിച്ചാൽ അവർക്ക് പൈസ, നഷ്ടത്തിന്മേൽ നഷ്ടം, അതിന്റെ മേൽ നഷ്ടം. അയ്യോ, നിങ്ങളൊക്കെ കടന്നു വഴി തന്നെയല്ലേ ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളോർക്ക് ഞാൻ എന്റെ അനുഭവസാക്ഷ്യം പറയാൻ വന്നിട്ട് ഇതൊക്കെയാണോ പറയുന്നത്? ഇതാ എന്റെ അനുഭവസാക്ഷ്യം. ഭൂലോക അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന തീരുമാനങ്ങൾ, നമ്മൾ മുന്നോട്ടെടുക്കുന്ന സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കഷ്ടപ്പെട്ട നന്മ കള്ളം കൊണ്ട് തിന്നരുത്. നമ്മള് കൈ വളരൂ കാളി വളരൂ എന്ന് വളർത്തുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങള്, നമ്മുടെ ആൺകുഞ്ഞുങ്ങള് കല്യാണം കഴിപ്പിച്ച് ഭൂലോക ചതിയിൽ കൊണ്ട് വീഴിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകം ചതിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് വളരെ ചുരുക്കമേ ഉള്ളൂ. നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചു വേണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ. ഇതാ ഇങ്ങനെ പണനഷ്ടം, നമ്മുടെ വിവാഹത്തിന് മുമ്പുള്ള ആലോചനകൾ നമ്മൾ ആലോചിക്കണം. പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അയ്യോ പണം ഉണ്ടാക്കാനാണ് നമ്മളെ ഉള്ള പൈസ കൊണ്ടൊന്നും നമ്മളെ ചതിക്കുഴി ചാടല്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്പ് എപ്പോഴും ആലോചിച്ച് 100 വട്ടം ചിന്തിച്ച് വേണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ അടുത്തതെന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തെ സേവിക്കും, ദൈവത്തെ വിളിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ദൈവം ആരാണെന്നൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഏത് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്? ഈ ഭൂലോകത്ത് എന്തുമാത്രം ദൈവമുണ്ടോ? ചരട് കയ്യെ കെട്ടിത്തരുന്ന ദൈവങ്ങളുണ്ട്. അടയിൽ തകിട് കെട്ടിക്കൊണ്ട് നടന്നു എന്ന് പറയുന്ന മനുഷ്യ ദൈവങ്ങളുണ്ട്. എത്രയോ ദൈവങ്ങളാ, എത്രയോ ഞാൻ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ അതൊരു വിവാദമായി മാറരുതുണ്ട്. എന്നാൽ എന്നെ പ്രിയപ്പെട്ട് നിങ്ങൾക്കറിയാം, ഈ ഭൂലോകത്തിൽ എത്രയോ ദൈവങ്ങള്, എത്രയോ വിശ്വാസങ്ങള്. പക്ഷേ നമ്മള് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മൗലിക അവകാശമാണ് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത്, ദൈവത്തെ അന്വേഷിക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ബൈബിളിൽ ഒരു ചോദ്യമാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ മനുഷ്യപുത്രന്മാരെ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ, ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ല നമ്മള് കാണുന്ന ബുദ്ധിമാൻ ആരാ? എഞ്ചിനീയർ, ഡോക്ടർ, ഇവരൊക്കെ ബുദ്ധിയുള്ള, PhD, ഇവരൊക്കെ ബുദ്ധിയുള്ളവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ബുദ്ധിമാൻ എന്ന് പറയുന്ന, ബൈബിള് പറയുന്ന ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് ദൈവത്തെ അന്വേഷിക്കുക. ഏത് ദൈവവുമാണ് സത്യദൈവം? ഒരുപാട് ദൈവങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യ ദൈവങ്ങള്, ആൺ ദൈവമുണ്ട്, സ്ത്രീ ദൈവങ്ങളുണ്ട്. അയ്യോ, നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഏതാണ് സത്യദൈവം? ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്? ആരാണ് ഈ സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഇതൊന്ന് ചിന്തിക്കാൻ ഏത് മനുഷ്യന്റെയും മൗലിക അവകാശമാണ്. ഏതാണ് സത്യദൈവം? ആ ദൈവത്തെ നാം കണ്ടെത്തണം. അതാണ് നമ്മുടെ അടുത്ത ഓട്ടം, അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ തീരുമാനം സത്യദൈവത്തെ അറിയുക എന്നുള്ളതാണ്. എന്റെ സ്വന്തം ജീവിതത്തില് കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഓടും നമ്മൾ എന്തേലും കാര്യങ്ങൾ വരുമ്പോ ഓടി ചെല്ലുന്നത് ഒന്നുകിൽ ഒരു മന്ത്രവാദിയുടെ അടുത്തായിരിക്കും, ഇല്ലെങ്കിൽ ഒരു കൂടോത്രക്കാരൻ്റെ അടുത്തായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മനുഷ്യദൈവത്തിന്റെ അടുത്തായിരിക്കും. ഞാനും എന്റെ ജീവിതത്തില് അമൃതാനന്ദമയിയുടെ ഭക്തനായിരുന്നു. കാര്യസാധ്യതയ്ക്ക് വേണ്ടി അമൃതാനന്ദമയുടെ അടുത്ത് പോയി. അമൃതാനന്ദമി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ചെവിയില് മന്ത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമൃതാനന്ദമയുടെ ഫോട്ടോ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ സാമ്പ്രാണത്തിലേക്ക് എത്തിക്കുകയും മാലയിടുകയും അമൃതാനന്ദമയെ കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം മനുഷ്യന് അജ്ഞതയിൽ നമ്മൾ കാണുന്നവരെല്ലാം ദൈവമാണ്, കാണുന്ന മുഴുവൻ ദൈവശക്തിയാണ്. അങ്ങനെ ഒരുപാട് മന്ത്രവാദികള്, ഒരുപാട് കൂടോത്രക്കാർ. ഒരു പ്രാവശ്യം ഞാൻ ഒരു മുസ്ലിം ഒരാളടുത്ത് ചെന്നു, ഏറ്റുമാരിന്റെ അടുത്തായിട്ട് വരും. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കണ്ണൊക്കെ അടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര ക്ഷുദ്രവും മന്ത്രവും നിങ്ങളുടെ വീട്ടിൽ ആരോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് 4 കുപ്പി എണ്ണി തന്നു. 4 കുപ്പി. അദ്ദേഹത്തിന്റെ പൂജാ പ്രാർത്ഥനയൊക്കെ ചെയ്ത് എന്തൊക്കെ അറബി ഭാഷയിൽ എന്തൊക്കെ ജപിച്ച് കെട്ടി 4 കുപ്പി. എന്നിട്ട് എന്നോട് പറഞ്ഞു, വീടിന്റെ 4 മൂലയ്ക്കും കൂടി ഇത് കുടിച്ചിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ 4 മൂലയ്ക്ക് ഞാൻ കുടിച്ചു. അന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ എന്റെ വീടിന്റെ പ്രൊട്ടക്ഷൻ അത്, എന്റെ വീടിന്റെ ശുദ്രങ്ങളിൽ നിന്ന്, മന്ത്രങ്ങളിൽ നിന്ന്, ഭൂതത്തിൽ നിന്നൊക്കെ രക്ഷിക്കുക ഈ കുപ്പി അങ്ങോട്ടും ഈ കുടിച്ചിടുമ്പോഴത്തേക്ക്. കാരണം ഈ കുപ്പിക്കകത്തിരിക്കുന്ന ശക്തി അപ്പൊ ദൈവമാണ്. ആ ദൈവശക്തി നമ്മളെ
ആരെനിക്ക് ശുദ്രം ചെയ്തേക്കത്തില്ല, ആരെനിക്കിട്ട് മന്ത്രം ചെയ്തേക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളിൽ പലരും ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ടായിരിക്കും, നിങ്ങളിൽ പലരും ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഈ എന്റെ സാക്ഷ്യം നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ എത്തട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ കുപ്പി എന്റെ വീട്ടിന്റെ 4 മൂലയ്ക്ക് എന്റെ കൈ കൊണ്ടാണ് കുഴിച്ചിട്ടത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇനി ഭൂതത്തിന് എന്റെ വീട്ടിൽ കയറേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് കുഴിച്ചിട്ടില്ലേ. എന്താ ഈ കുപ്പിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യം ഒരാളടുത്ത് നിന്നപ്പോ എന്റെ കയ്യിലൂടെ ഒരു കാര്യം ചെയ്ത് കയ്യിൽ നിന്ന് ഒരു പൂജിച്ചിട്ട് ഒരു ചരട് എന്റെ കയ്യിലോട്ട് കെട്ടി. ഓ, എന്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ചരടിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ശരീരം മുഴുവൻ ചരട് കെട്ടാൻ തയ്യാറാണ്. എന്തിനാ കയ്യെ തന്നെ എന്റെ ശരീരം മുഴുവൻ ചരട് കെട്ടിക്കും. അപ്പൊ ഒരു ചരടിനും നമ്മളെ ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ചരട് കെട്ടുന്നവനും നമ്മളെ ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിലെ ഒരു ദൈവം, ഈ ഭൂലോകത്തിന്റെ അധിപനായ ഒരു ദൈവം, സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരാണെന്ന് നാം എല്ലാവരും അന്വേഷിക്കണം. അതിന്റെ അർത്ഥം ഇതല്ല. പലരും വിചാരിക്കുന്നത് ഇപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നപ്പോ അങ്ങോട്ട് കോടീശ്വരനാകാനായിട്ട്, ഇപ്പൊ അങ്ങോട്ട് കോടീശ്വരനാകും, ഇപ്പൊ അങ്ങോട്ട് വലിയ 10 ബെഡ്റൂമിന്റെ വീട് കിട്ടും, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രസംഗിക്കുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പിന്നെ അങ്ങോട്ട് ഒരുപാട് 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 അനുഗ്രഹങ്ങളും 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 എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നവരല്ല. ഈ ലോകത്തിൽ സുഖവും ദുഃഖവും എല്ലാവർക്കും ഉണ്ട്. അയ്യോ, പനി എല്ലാവർക്കും വരും. ആർക്കാ വരാത്തത്? ദൈവം ഉള്ളവർക്കും വരും, ദൈവം ഇല്ലാത്തവരും വരും. അല്ലെങ്കിൽ രോഗങ്ങള് ദൈവം ഉള്ളവരും വരും, ദൈവം ഇല്ലാത്തവരും വരും. ഇതില്ലെന്നൊന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ദൈവത്തെ നമ്മൾ എന്തിനാ അന്വേഷിക്കണം? ദൈവത്തിനെ നാം എന്തിന് കണ്ടെത്തണം? എന്തിനാണ് നാം ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടാക്കിയാലും, ഇനിയിപ്പോ നമ്മൾ കോടീശ്വരനായെന്ന് വിചാരിച്ചാലും നമ്മൾ ഇതെല്ലാം ഇട്ടേച്ച് പോകും. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. എന്തെല്ലാം നേടിയാലും നമ്മൾ വെറും കയ്യോടെ വന്ന് വെറും കയ്യോടെ പോകും. ഇതൊന്നും നമ്മൾ കൂടെ കൊണ്ടുപോകത്തില്ല. കൂടിപ്പോയാൽ മനുഷ്യന്റെ ആയുസ് എത്രയാണ്? അതേ ഹല്ലേലൂയ. ഏറെയായാലും 50 എന്നൊക്കെ മോശം പറഞ്ഞു. അതിൽ കൂടുതലൊക്കെ ജീവിച്ചിരിക്കുന്നവർ കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എത്രയാ ജീവിച്ചിരുന്നാലും പ്രിയപ്പെട്ടവര്, നമ്മുടെ ഈ ഭൂലോകത്തിൽ നമ്മൾ നേടിയത് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വിട്ടിട്ട് പോകും. പിന്നെ അനുഭവിക്കുന്ന ആരെന്നറിയാമോ? എല്ലാവരും അനുഭവിക്കും. നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ, നമ്മൾ ശേഷിപ്പിച്ചതൊക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മൾ മലയാളികള്, നമ്മൾ ഇന്ത്യക്കാർ, പൊതുവെ പുതിയ ഏഷ്യൻകാരെ പറ്റി പറഞ്ഞാൽ, നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പണം ചെലവാക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല. നമുക്ക് എൻജോയ് ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ കൂട്ടി വെച്ചോണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മുടെ വയസ്സുകൊണ്ട് വല്ലോനും എൻജോയ് ചെയ്യും, വല്ലോനും സൂഹിക്കും. എനിക്കങ്ങനെ ഒത്തിരി പേരെ അറിയാം. അവരൊക്കെ മരിച്ചുപോയി. ഇങ്ങനെ ഇങ്ങനെ പിശുക്ക് കാണിച്ച് ഒത്തിരി സമ്പാദിച്ചു. ഇന്ന് വല്ലോനും ആ പണം അവരുടെ പുതിയ തലമുറയൊക്കെ വന്നിട്ട് തൂത്തടിച്ച് ജീവിക്കുന്നവരെ എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഉള്ള പൈസ കൊണ്ടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ട പണം കൊണ്ട് നമ്മളൊക്കെ കുറച്ച് ചെലവാക്കിയും ചിലത് കുറച്ചൊക്കെ അനുഭവിച്ചൊക്കെ ജീവിക്കണം. ഇതിൽ വല്ലവരും കൊണ്ടുപോയി സുഖിക്കത്തേ ഉള്ളൂ. നമ്മളത് അനുഭവിക്കാതെ പോകരുത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. അങ്ങനെ മാതാ അമൃതാനന്ദമയ്യയുടെ ഭക്തരായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നോട് കർത്താവ് യേശുക്രിസ്തു ഇടപെടുവാൻ ഇടയായി തീർന്നത്. ഞാനൊരു പ്ലെയിൻ യാത്രയിൽ ഇരിക്കുമ്പോൾ, ആകാശത്ത് പ്ലെയിനിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധന്മാവിനോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യ സ്ത്രീക്ക് എങ്ങനെ ദൈവമാകാൻ കഴിയും? ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധമായ ഇടപെടുകയാണ്. കർത്താവ് യേശുക്രിസ്തു അല്ലാതെ സത്യദൈവം ഇല്ല. ഇത് ചിന്തിച്ചപ്പോൾ, ഇത് എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ആദ്യം വന്ന ചിന്തയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ വിഡ്ഢികളാണ്. എത്രയോ കോടിക്കണക്കിന് യേശുവിൽ വിശ്വസിക്കാത്ത എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ വിഡ്ഢികളാണോ? അവരിൽ ഡോക്ടറില്ലേ? അവരിൽ എഞ്ചിനീയർമാരില്ലേ? അവരിൽ PhD കാരില്ലേ? അവരിൽ ശാസ്ത്രജ്ഞന്മാരില്ലേ? അവരൊക്കെ പൊട്ടന്മാരാ. ഈ ചിന്തയൊക്കെ എന്റെ മനസ്സിൽ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ? നമ്മുടെ ഡിഗ്രി ഒത്തിരി ഉണ്ടായിരിക്കും, ഒത്തിരി ബുദ്ധി നമുക്കുണ്ടായിരിക്കും, നമുക്ക് ഒത്തിരി ജ്ഞാനമുണ്ട്, നമുക്ക് ഒത്തിരി അറിവുണ്ട്. പക്ഷെ ദൈവത്തെ അന്വേഷിച്ചോ? അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? അതാണ് എന്റെ ക്വസ്റ്റ്യന് ദൈവം തന്ന മറുപടിയായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിക്കും, അങ്ങനെയെങ്കിൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കാത്ത എത്രയോ ജാതികൾ, അവരൊക്കെ എത്രയോ, നമ്മള് ഗൾഫ് രാജ്യങ്ങൾ എടുത്ത്, എത്രയോ പണമുള്ള രാജ്യമാണ്. അവരൊന്നും യേശുവിൽ വിശ്വസിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തിന്റെ കുറവാ? അവർക്ക് എന്തിന്റെ കുറവില്ല. ഞാൻ അങ്ങനെ പല ക്വസ്റ്റ്യനും ദൈവത്തോടുമായിട്ട് ഞാൻ ചോദിച്ചു. അവർക്കൊന്നും ഒരു കുറവുമില്ലല്ലോ.
ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച വാക്യമാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ? നാം ദൈവത്തെ അന്വേഷിക്കണം. നമുക്ക് പണം ഉണ്ടാവും, നമുക്ക് ധനം ഉണ്ടാവും, നമുക്ക് ബുദ്ധി ഉണ്ടാവും, നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷെ നാം ദൈവത്തെ ഇല്ലെങ്കിൽ നമ്മൾ ഭൂലോക പൊട്ടനാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. നാം ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ, സത്യദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, നമുക്ക് സ്കൂള് കണ്ടിട്ടില്ലായിരിക്കും, വിദ്യാഭ്യാസം തൊട്ട് തീണ്ടിട്ടില്ലായിരിക്കും, വെറും തൂത്തോണ്ട് നടക്കുന്ന ഒരു സീപ്പർ ജോലിക്കാരനായിരിക്കും, സമൂഹത്തിൽ വിലയും നിലയും ഒന്നുമില്ലായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ അവനാണ് ബുദ്ധിമാൻ. അതാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, ആ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന ആ ലിസ്റ്റിൽ എന്നെ പോലെ ഭൂലോക പൊട്ടനായ ഒരു മനുഷ്യൻ, എന്നെ പോലെ ഭൂലോക വിഡ്ഢിയായ ഒരു മനുഷ്യനും ആ ലിസ്റ്റിൽ കയറുവാൻ സഹായിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ ആകാശത്തിൽ പ്ലെയിനിൽ ഇരുന്നു കൊണ്ട് ഞാൻ കർത്താവ് യേശുവിനെ എന്റെ കർത്താവും രക്ഷിതമായി സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ആ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് ഇറങ്ങി വരുന്നത്. അത് യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കുമ്പോൾ തന്നെ എന്നിൽ ഉള്ളിലുണ്ടായ എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഭൂതാത്മാക്കൾ മുഴുവൻ ഒന്നൊന്നായി ഇറങ്ങാൻ തുടങ്ങി. തകിടിന്റെ ആത്മാവ്, ചരടിന്റെ ആത്മാവ്, പല രീതിയിലുള്ള പൂജകള്, പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കഴിച്ച ആത്മാവ്, ഇതെല്ലാം ആൽക്കഹോളിന്റെ ആത്മാവ്, കൂടോത്രത്തിന്റെ ആത്മാവ്, ശുദ്രത്തിന്റെ ആത്മാവ്, ശരീരത്തിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്ന പല ബന്ധനങ്ങളെ കെട്ടുകളൊക്കെ ഒന്നൊന്നായി പൊട്ടി അതെ, എന്റെ ശരീരം തന്നെ ഫ്രീ ആയി, എന്റെ ആത്മാവ് ഫ്രീ ആയി, ഞാൻ എന്ന വ്യക്തി ഫ്രീ ആകുവാൻ ഇടയായിത്തീരുന്നു. അതെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദുഷ്ടാത്മാവിന് നമ്മുടെ മേൽ അവകാശമില്ല, അന്ധവിശ്വാസം പിന്നെ നമ്മുടെ മേൽ അവകാശമില്ല. സകല ചരടും മുറിച്ചു കളയും, സകല തകിടും നമ്മുടെ ശരീരത്തിന് മുറിച്ചു കളയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ മുറിച്ചു കളയണം. എന്തെങ്കിലും തകിട് നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് അത് ഇന്ന് തന്നെ മുറിച്ചു കളയണം. ഒരു മാല ഇട്ടിട്ട് ആ ലോക്കറ്റിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയിരിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ പിശാചിനെ വെച്ചുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സാത്താനെ വെച്ചുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ വല്ലതും വരച്ചിട്ടുണ്ടോ, പച്ച കുത്തിയിട്ടുണ്ടോ, അത് കുരിശാകാം, അത് ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ ഏതെങ്കിലും പടമാകാം. അത് നിങ്ങളുടെ ശരീരത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പിശാചിനെ ചുമന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്. അതിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. അതെ, രക്ഷകനായ യേശു ക്രിസ്തു എന്ന ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ഒരു ഫോട്ടോയിൽ ജീവിക്കുക, ഫോട്ടോയിൽ ഇരിക്കുന്നതല്ല. എന്റെ വീട്ടിൽ യേശുവിന്റെ ഫോട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു. യേശു ഫോട്ടോയിലുണ്ടോ? അതേ പ്രിയപ്പെട്ടവര്, ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പം കറുത്ത യേശുവിനെ കണ്ടു, ബ്ലാക്ക് ജീസസ്. അത് ആഫ്രിക്കക്കാരന്റെ ഭാവനയാണ്. അങ്ങനെ യേശു കറുത്തതാണോ? ഞാൻ അമേരിക്കയിൽ കണ്ടു വെളുത്ത ജീസസ്, സായിപ്പ് യേശുവിനെ ഞാൻ കണ്ടു. അത് സായിപ്പ് വരച്ചിരിക്കുന്ന സായിപ്പ് യേശു. ഞാൻ ഇന്ത്യയിൽ യേശുവിനെ കണ്ടു, എന്നെ പോലത്തെ യേശു ഇന്ത്യയിൽ ഇരിക്കുന്നു. അത് ഇന്ത്യക്കാരന്റെ ഭാവന. ഞാൻ പെരുന്നാൾ പള്ളിയിൽ ചെന്നപ്പോ അവിടെ യേശുവിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അവിടെ മമ്മൂട്ടി വിൽക്കാനുണ്ട്, മോഹൻലാലിനെ വിൽക്കാനുണ്ട്, സിനിമാ നടന്മാരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ യേശുവിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ജീസസ് ഫോർ സെയിൽ. അതേ പ്രിയപ്പെട്ടവര്, ദൈവം ഒരു കച്ചവടച്ചരക്കാണോ? നമ്മൾ ചിന്തിക്കണം. ദൈവത്തെ വിൽക്കാൻ പറ്റുമോ? ദൈവത്തെ ഉണ്ടാക്കി വിൽക്കുന്ന സാധനമാണോ? ഈ ഉലകത്തിന്റെ അധിപനെ നമ്മൾ കച്ചവടം ചെയ്യുകയാണോ? നമ്മള് ആ യേശു ക്രിസ്തുവിന്റെ ആ ഒരു നമ്മള് വലിയ വലിയ പള്ളികളിലൊക്കെ കാണാറുണ്ട്, ആകാശം മുട്ട ഒരു കുരിശുണ്ടായിരിക്കും. ആ കുരിശിൽ യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ തലയിൽ ഇരുന്നു കൊണ്ട് എന്താണ്, കാക്കയും പ്രാവും കാഷ്ടിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ കണ്ണിൽ കൂടെ ഒഴുകുകയാണ്. അങ്ങനെ കാക്കയ്ക്കും പ്രാവിനും കാഷ്ടിക്കാൻ വെക്കുന്ന ഒരു സാധനമാണോ യേശു ക്രിസ്തു? എന്നിട്ട് അതിന്റെ മുന്നിൽ ഒരു നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, വല്ലവനും തരണേ എന്ന് പറഞ്ഞ് തെണ്ടാൻ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണോ യേശു ക്രിസ്തു? സർവശക്തനായ ദൈവം ഭിക്ഷയാചിക്കാൻ വെച്ചിരിക്കുന്നതാണോ? ഒരു കാലത്ത് ഞാനും ചെയ്തിരുന്നു. വണ്ടിയിലേക്ക് പോകുമ്പോൾ അതിലേക്ക് പണം എറിയും, ചില്ലറ പൈസ, പണം എവിടെയാന്നൊക്കെ ചില്ലറ പൈസ അതിലേക്ക് എറിയും. ആ കുറ്റിക്കകത്തോട്ട് എറിയും. ഒരു വലിയ നേർച്ചപ്പെട്ടിയാണ്. ആ ചില്ലറ പിന്നെ യേശുക്രിസ്തുവിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ചില്ലറ പെട്ടിക്കകത്ത് വീഴും, ഭാഗ്യമില്ലെങ്കിൽ പുറത്ത് വീഴും. വഴിയെ നടന്ന് പെറുക്കിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ യേശുക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് പെറുക്കിക്കോണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ. നമ്മുടെ ചില്ലറ പൈസ പെറുക്കാനാണോ യേശുക്രിസ്തുവിന്റെ ജോലി? നമ്മുടെ ചില്ലറ പൈസ കൊണ്ട് വണ്ടിക്കാരും അതിനകത്ത് ആ കുറ്റിക്കത്തിലേക്ക് പൈസ ഒരു വണ്ടി പുറകെ വരുന്ന വണ്ടി അവനും ചവിട്ടി നിർത്തത്തില്ല. അവനും പൈസ എറിഞ്ഞിട്ട് ചവിടുന്നത്. കാരണം അവന് പാസഞ്ചറിനെ പിടിക്കണം, കളക്ഷൻ വേണം. അവന് ചവിട്ടി നിർത്താൻ നേരമില്ല. അവന് ഒറ്റയാൾ അതിനകത്ത് കുറ്റിക്കകത്തോട്ട് പൈസ എറിയും, ആ പെട്ടിക്കകത്തോട്ട്. എന്തെല്ലാം അന്ധവിശ്വാസത്തിന്റെ കൂടിലൂടെ ഞാനും ജീവിച്ചിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അമൃതാനന്ദ വിഭക്തനായിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നോട് സംസാരിപ്പാൻ ആകാശത്തെ പ്ലെയിനിൽ വെച്ച് ഇടയായിത്തീർന്നു. അത് ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ രക്ഷിതാവ് സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. ആ നിമിഷം മുതൽ എന്റെ ജീവിതം മാറുവാൻ ഇടയായി. എന്റെ ജീവിതം ആ സഖായിയുടെ ആ അനുഭവം പോലെ, അതെ, യേശുവിനെ കാണാൻ
ഞാൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാൻ ഞാൻ എന്റെ സ്റ്റെപ്പ് പുറകോട്ട് വെക്കാതെ ഞാൻ മുന്നോട്ട് ഓടി. അതെ, അത് യേശു ക്രിസ്തുവിനെ എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ വരും. ഞാൻ ഈ രക്ഷകനായ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യേശു ക്രിസ്തുവിനെ എന്റെ ഭവനത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്, യേശു ക്രിസ്തു എന്റെ ഭവനത്തിലേക്ക് വരുവാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ആ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കർത്താവ് എന്റെ കൂടെ വന്നു, എന്റെ ഭവനത്തിൽ വന്നു. അതെ, സഖായിയുടെ ഭവനത്തിൽ താമസിച്ച പോലെ എന്റെ ഭവനത്തിൽ താമസിപ്പാൻ ഇടയാക്കിയിരുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നും പ്രേരിപ്പിക്കും, റീഡ് ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ, എന്റെ ഈ ബൈബിളിൽ വായിക്കാനായിട്ട്. അപ്പൊ യേശു കർത്താവിനോട് എപ്പോഴും ഇങ്ങനെ ബൈബിൾ വായിക്കും, ബൈബിൾ എനിക്ക് ഭയങ്കര പ്രേരണ ഉള്ളിൽ വരും. പക്ഷെ വായിക്കാൻ ബൈബിൾ എന്റെ ഇല്ല. പ്രിയപ്പെട്ടവര്, ഞാൻ പിന്നെ ഈ നിർബന്ധം, ഇങ്ങനെ ഒരുപാട് നിർബന്ധം വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബൈബിൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫ്രണ്ട് എനിക്കൊരു ബൈബിൾ തന്നു. പക്ഷെ എനിക്ക് സമയമില്ല, ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ജോലിയിൽ ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോൾ അത് വായിക്കാതെ വിചാരിച്ചു. അങ്ങനെ ഞാൻ സാധാരണ ഉപദേശമാര് പോകുന്ന പോലെ എന്റെ ബൈബിൾ എടുത്ത് കഷത്തി വെക്കും. ഇങ്ങനെ കഷത്തി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ബൈബിൾ കഷത്തിലും എന്റെ ലഞ്ച് ബോക്സിൽ എടുത്ത് ഞാൻ ജോലിക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും എന്റെ ബൈബിൾ കണ്ടു. എല്ലാവരും പറഞ്ഞു പാസ്റ്റർ കമ്മിങ്, പാസ്റ്റർ കമ്മിങ് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. പാസ്റ്റർ വരുന്നേന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ഞാൻ പുറകോട്ടും മുന്നോട്ടൊക്കെ നോക്കി, ആരെയും ഇവർ വിളിക്കുന്ന പാസ്റ്റർ? ഞാൻ എന്റെ പുറകെ വല്ലവരും ഉണ്ടെന്ന് വിചാരിച്ച്, ആരും ഇല്ലല്ലോ, എന്നെയാണ് വിളിക്കുന്നത്. എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, പാസ്റ്റർ കമ്മിങ്, പാസ്റ്റർ കമ്മിങ് എന്ന് പറഞ്ഞ്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ജോലി ചെയ്ത് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് വരികയാണ്. അതിൽ ഞാൻ എന്റെ ബൈബിൾ എടുത്ത് കഷത്തി വെച്ചു. ഞാനോർത്ത് എനിക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമെന്ന് അറിയിക്കാൻ. അങ്ങനെ എന്റെ ബൈബിൾ കയ്യിലെടുത്തു. ഞാൻ ബൈബിൾ കഷത്തി വെച്ച് എന്റെ ലഞ്ച് ബോക്സ് എടുത്ത് ജോലിക്ക് ചെന്നപ്പോ എല്ലാവരും എന്റെ ബൈബിളാണ്, ഓ ബിഷപ്പ് കമ്മിങ്, ബിഷപ്പ് കമ്മിങ് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇന്നലെ എന്നെ പാസ്റ്ററാക്കി, ഇന്ന് എന്നെ ബിഷപ്പാക്കി. എല്ലാരും കളിയാക്കുക, എല്ലാരും പൊട്ടിച്ചിരിക്കുക. പാസ്റ്റർ വരുന്നേ, പാസ്റ്റർ വരുന്നേ, ബിഷപ്പ് വരുന്നേ, ബിഷപ്പ് വരുന്നേ എന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കാണുമ്പോഴെല്ലാം കളിയാക്കും. എന്നിട്ട് ഇവര് പറയുമോ, ഇവൻ ലോകം മുഴുവൻ യാത്ര ചെയ്യൂടാന്ന് പറഞ്ഞ് കളിയാക്കും. ഇവൻ ഇവൻ വലിയ പ്രസംഗനായി മാറുകൂടാ, ഇവൻ പല ഇടത്ത് പോയി പ്രസംഗിക്കും, ഇവൻ എല്ലായിടത്തും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. എപ്പോ നോക്കിയാലും എന്നെ കളിയാക്കും. ഇവർക്കെല്ലാം പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന എന്തുകൊണ്ട്, എന്നെ ഇങ്ങനെ കളിയാക്കുന്ന എന്തുകൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, ഈ ബൈബിൾ എന്താണ്? ഞാൻ മദ്യമായിട്ട് പോയിട്ടുണ്ട്, കള്ളും കഞ്ചാവുമായിട്ട് പോയിട്ടുണ്ട്, ഞാൻ പല അന്ധവിശ്വാസമായിട്ട് പോയിട്ടുണ്ട്. അന്നൊന്നും ഇവരാരും എന്നെ കളിയാക്കിയിട്ടില്ല. ഞാൻ തെറി പറഞ്ഞോണ്ട് അന്ന് ആരും എന്നെ കളിയാക്കിയിട്ടില്ല. ഈ ബൈബിള് പിടിച്ചപ്പോ ഇത്രയും പരിഹാസം എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. എന്താണ് ഈ ബൈബിളിനകത്ത്, എന്താണ് ഈ ബുക്കിന്റെ ഇതിന്റെ വ്യത്യാസം എന്താണ്, ഇതിനുള്ള പ്രസക്തി എന്താണ്? ആൾക്കാർ ഇങ്ങനെ എന്നെ കളിയാക്കുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം നിത്യം എന്നെ കളിയാക്കും. പാസ്റ്റർ വരുന്നേ, പാസ്റ്റർ വരുന്നേ, ബിഷപ്പ് വരുന്നേ, ബിഷപ്പ് വരുന്നേ പറഞ്ഞ് കളിയാക്കും. പിന്നെ ഇവനിപ്പോ ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ തുടങ്ങൂടാ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കുക. പക്ഷെ ഇവർ പറഞ്ഞതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. വലിയ വലിയ കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഇവൻ മുടിഞ്ഞു പോകുന്ന ആരും പറഞ്ഞില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ശത്രുവിനോടാണെങ്കിലും നമ്മൾ പോസിറ്റീവ് പറയണം. നല്ല വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. പാസ്റ്റർ എന്താന്ന് പോലും അറിയാൻ മേലെ തന്നെ പാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി. അയ്യോ, ഒരു ബിഷപ്പ് ആകണമെങ്കിൽ എത്ര വർഷം പിടിക്കും സഹോദര? 30-40 വർഷമെങ്കിലും പിടിക്കും. എന്നെ പിറ്റേ ദിവസം ബിഷപ്പാക്കി. ബിഷപ്പ് വരുന്നത് നമ്മൾ കളിയാക്കാൻ തുടങ്ങി. രാജ്യാന്തര യാത്രകൾ അവർ പറയുന്നത്, ഓ ഇവൻ ലോകം മുഴുവൻ യാത്ര ചെയ്യുള്ളത്. ഞാൻ യാത്ര ചെയ്തിട്ടേ ഇല്ല. ഇവരിങ്ങനെ രാജ്യാന്തര യാത്രകൾ ചെയ്യും. എനിക്കിപ്പോ സാക്ഷ്യം പോലും പറയാൻ എനിക്കറിയത്തില്ല. ഇവര് പറഞ്ഞതൊക്കെ വലിയ വലിയ സംഭവങ്ങളായിരുന്നു. ഇവര് പറഞ്ഞത് മുഴുവൻ എന്റെ ജീവിതത്തിൽ നിറവേറി. ഇവര് പാസ്റ്റർ വെറുതെ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഇതാ അസംബ്ലീസ് ഗോഡിന്റെ പാസ്റ്ററായി ദൈവം അവരുടെ മുമ്പിൽ എന്നെ നിർത്തി. അവര് പറഞ്ഞു ഇവൻ ലോകം മുഴുവൻ യാത്ര ഇടാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. 115 രാജ്യങ്ങളിൽ ഇതുവരെ ഈ ദൈവത്തിന്റെ വചനമായിട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇറങ്ങുന്നതൊക്കെ ഈ ബൈബിൾ എന്റെ തലയിൽ വെക്കും. പണ്ട് ആശാരി ഉപദേശി പറഞ്ഞ പോലെ, അദ്ദേഹം അമേരിക്ക വന്നപ്പം ബൈബിൾ തലയിൽ വെച്ചോന്ന് പറഞ്ഞ് ഈ പുസ്തകമാണ് എന്നെ അമേരിക്കയിൽ ഇറക്കിയത്. ഞാൻ ഈ പുസ്തകം തലയിൽ വെക്കുക, ഓരോ രാജ്യത്തിറങ്ങുമ്പോൾ ഈ പുസ്തകമാണ് എന്നെ ഈ രാജ്യത്ത് കാലുകുത്താൻ ഇടയാക്കിയതെന്ന്. അതേ പ്രിയപ്പെട്ടവര്, ഈ പുസ്തകം ചുമന്നാൽ ആ ചുമക്കുന്നവനെ ഈ പുസ്തകം ചുമക്കും. ഈ പുസ്തകം നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങളിൽ നമ്മളെ എത്തിക്കും. ഈ പുസ്തകം നമ്മൾ എത്താത്ത രാജ്യങ്ങളിൽ നമ്മളെ എത്തിക്കും. ഈ പുസ്തകം നമ്മൾ പറയാത്ത ഭാഷകളിൽ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. ഈ പുസ്തകം നമ്മളെ കൊണ്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ഈ പുസ്തകം നമ്മളെ സ്വർഗത്തിൽ എത്തിക്കും. അതാണ് ഈ പുസ്തകത്തിനുള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചുമക്കുന്നത്. എനിക്കറിയാം തന്നെ ചുമക്കുമെന്ന്. പ്രിയപ്പെട്ടവര്, അതെ, നമ്മൾ ഈ പുസ്തകത്തെ ബഹുമാനിക്കണം. ഈ പുസ്തകത്തെ നമ്മൾ അനുസരിക്കണം. നമ്മളതിന്റെ അർത്ഥം നമ്മൾ ഇത്
തലകണയാക്കാനല്ല, ഇതിന്റെ പുറത്ത് തലവെച്ച് കിടക്കുക എന്നുള്ളതല്ല. ഈ പുസ്തകം നമ്മൾ അനുസരിക്കണം, ഈ പുസ്തകം നമ്മൾ മനസ്സിലാക്കണം. അതെ, ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട് തന്നിരിക്കുന്ന ഈ പുസ്തകം നമ്മളിത് വായിച്ചാൽ മാത്രം പോരാ, ഇത് മനസ്സിലാക്കണം, ഇത് നമ്മൾ ഫോളോ ചെയ്യണം, ഇത് നമ്മൾ അനുസരിക്കണം. അതാണ് എനിക്ക് എന്നെ ശ്രദ്ധിക്കത്തോട് പറയാനുള്ളത്. അതെ, അങ്ങനെ ഇവര് കളിയാക്കിയത് മുഴുവൻ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 115 രാജ്യങ്ങളിൽ ഇതുവരെ ഞാൻ യാത്ര ചെയ്യാൻ ഇടയായിത്തീർന്നു. ഇനി എനിക്ക് യാത്രകൾ കടക്കുകയാണ്. അതെ, അനേക ഭാഷക്കാരുടെയും അനേക ഗോത്രക്കാരുടെയും ഒക്കെ അവര് പിന്നെ ഇവൻ വലിയ പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടക്കൂടാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. പ്രിയപ്പെട്ടവര്, ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷില് ഹിന്ദിയില് തമിഴിലൊക്കെ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് കുറവ് വന്നു. പക്ഷെ ഞാൻ വലിയ എന്റെ പൊങ്ങച്ചൊന്നും പറയുമല്ല, ഞാനെന്നും മിടുക്കനാണെന്നൊന്നും പറയുമല്ല. എനിക്ക് നിറയുക മലയാളം പോലും പറയാൻ അറിയത്തില്ല. എന്റെ അമ്മ ബ്രോക്കൺ മലയാളമാണ്, എന്റെ ബ്രോക്കൺ ഇംഗ്ലീഷാണ്, എന്റെ ബ്രോക്കൺ ഹിന്ദിയാണ്. ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു സാക്ഷ്യം ഓർമ്മ വന്നു. ഞാൻ സുവിശേഷത്തിലേക്ക് വന്ന കാലഘട്ടത്തിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയി ഒരു മിഷൻ ട്രിപ്പ്, എന്റെ ആദ്യത്തെ മിഷൻ ട്രിപ്പ് പഞ്ചാബിലേക്ക് ഞാൻ പോകാൻ എന്നെ ഒരു പഞ്ചാബിലെ പാഷ വിളിച്ചു. ആ പാഷ ഇങ്ങനെ പഞ്ചാബിൽ വന്ന് സുവിശേഷമൊക്കെ അല്പം സാക്ഷിയൊക്കെ പറഞ്ഞു. പറഞ്ഞു, പാഷ എനിക്ക് ഹിന്ദിയിലൊന്നും പറയാൻ അറിയത്തില്ല. അത് സാരമില്ല പാഷ, നമുക്കിവിടെ ഇന്ത്യയിലെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഭാഷ പറഞ്ഞാൽ മതി. അന്ന് ഞാൻ ഭാഷ അല്ല, അപ്പം മലയാളത്തിൽ സാക്ഷ്യം പറഞ്ഞാൽ മതി, അപ്പം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ആ കാലത്ത് നമുക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല. അപ്പൊ അദ്ദേഹം വിളിച്ച് ഞാനിങ്ങനെ പഞ്ചാബിൽ, എന്റെ ഫസ്റ്റ് മിഷൻ ട്രിപ്പ് പഞ്ചാബ്. അങ്ങനെ ഞാൻ പഞ്ചാബിൽ ചെന്നു. ഞാനൊരു പുതിയ വിശ്വാസിയാണ്, അധികം നാളുകളൊന്നും ആയിട്ടില്ല. എനിക്കും ബൈബിളിനെ പറ്റി വലിയ അറിവ് പരിജ്ഞാനം, ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ പഞ്ചാബിൽ ചെന്നു. അപ്പൊ പഞ്ചാബിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ അവര് ഒരു ട്രാൻസ്ലേറ്ററുമായിട്ട് നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എന്റെ സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ഇപ്പറേ നിന്നുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ മലയാളത്തിൽ സാക്ഷ്യം പറയുന്നു, ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നു, അദ്ദേഹം ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാൻ പറയുന്നു, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് നിർത്തി. അപ്പൊ ഞാനിങ്ങനെ പറയുന്നു, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ, പാസ്റ്ററെ അവർക്ക് മലയാളം അറിയത്തില്ല, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, അല്ല പാസ്റ്ററെ ബ്രദറെ, നിങ്ങള് മലയാളം അല്ല പറയുന്നത്, നിങ്ങൾ ഹിന്ദിയാ പറയുന്നത്. ഞാൻ ഹിന്ദിയാണോ പറയുന്നത്? ഞാൻ പോലും അറിയാതെ എന്റെ മലയാളം ഹിന്ദിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കാമെന്ന് എനിക്കറിയത്തില്ല. പൊട്ട ഹിന്ദിയൊക്കെ പറയുമെന്നല്ലാതെ എനിക്ക് പ്രസംഗിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പൊ സംസാരിച്ച എന്റെ മലയാളം ഹിന്ദിയായിട്ട് മാറി. ഞാൻ നല്ല ഫ്ലുവൻസ് ഹിന്ദി എന്ന് പറഞ്ഞ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പോലുള്ള ഹിന്ദി എന്റെ വായിൽ നിന്ന് വീഴാൻ തുടങ്ങി. അതെ, ഭാഷകൾ തരുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവര്. എന്റെ വായിൽ നിന്ന് അങ്ങനെ ഹിന്ദി ഒഴുകാൻ തുടങ്ങി. ഞാൻ എത്ര ശ്രമിച്ചിട്ട് നോക്കിയിട്ടും മലയാളം വരുന്നില്ല, ഹിന്ദിയാ വരുന്നത് മുഴുവൻ. അങ്ങനെ ഹിന്ദി പ്രസംഗിക്കാൻ തുടങ്ങി. കേട്ടുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവദാസന് അന്തം വിട്ടു. അയ്യോ, എങ്ങനെ എന്നെക്കാളും നല്ലപോലെ ഈ ദൈവദാസന് ഹിന്ദിയിൽ പ്രസംഗിക്കുന്നല്ലോ, ഹിന്ദിയിൽ ശുശ്രൂഷിക്കുന്നല്ലോ എന്ന് അദ്ദേഹം പോലും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവര്. അതെ, എനിക്ക് അതിനുശേഷം എല്ലാവരും പറയാറുണ്ട്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അതല്ല. എനിക്ക് പറയാനുള്ളത് കന്യാകുമാരി മുതൽ കാർഗിൽ വരെ, ലേഹ് ലഡാക്ക് വരെ ട്രാൻസ്ലേഷൻ ഇല്ലാതെ ഹിന്ദിയിൽ എന്റെ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിനുശേഷം ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളിൽ എനിക്ക് പോകുവാനും എനിക്ക് ഈ ഭാഷ ദൈവം തന്നു, ഹിന്ദിയിൽ വചന ശുശ്രൂഷിപ്പാൻ. ആ ഭാഷ കൊണ്ട് എനിക്ക് ട്രാൻസ്ലേറ്റർ ഇല്ലാതെ എനിക്ക് ദൈവം കൃപ ചെയ്തു. അതേ പ്രിയപ്പെട്ടവര്, ഭാഷ തരുന്നൊരു ദൈവമുണ്ട്. അത് അത്യാവശ്യത്തിന് എന്റെ ഭാര്യയ്ക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പൊ എന്റെ വൈഫ് കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ലേറ്ററെ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യത്തിന് എന്റെ വൈഫിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അവൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറഞ്ഞാൽ ഞാനത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ. അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യത്തിന് കാര്യം ട്രാൻസ്ലേറ്റ് ഞാൻ ചെയ്യും. കൃപയാല് എനിക്ക് കർത്താവ് കൃപ ചെയ്തു. അതുപോലെ ഹിന്ദിയിൽ എനിക്ക് പ്രസംഗിക്കാനും എന്റെ വൈഫിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. അതേ, ഭാഷയുടെ ഉടയവൻ കർത്താവാണ്. അവനാണ് ഇതൊക്കെ നൽകി തരുന്നത്. അവനൊന്നിനും കുറവില്ല, അവൻ അസാധ്യമായത് ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന സത്യദൈവത്തെ ഇന്ന് അറിഞ്ഞുകൊള്ളുക, ഇന്ന് കേട്ടുകൊള്ളുക. ഞാനിത് യേശുവിനെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി എന്റെ അനുഭവ സാക്ഷ്യം പറയുന്നു. എന്റെ യേശുവിന് വേണ്ടി, ആ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുന്നു. അത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഇത് കേൾക്കുന്ന വ്യക്തികളെ, നിങ്ങൾ ആർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത്, യേശുവിനെ അറിയാൻ പറ്റാത്തവര്, ഈ
ആരെങ്കിലും മന്ത്രത്തിന്റെയും ശുദ്രത്തിന്റെയും കൂടാത്തിനും പുറകെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആലപ്പുഴയില് പോക്ക് പതിവായിരുന്നു. ആലപ്പുഴയിൽ ശവക്കൊട്ടപ്പാലത്തിനടുത്തൊരു മന്ത്രവാദിയുണ്ട്. ഈ ഗീവർസ് പുണ്യാളിന്റെ സേവയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 100-ൽ കൂടുതൽ പ്രാവശ്യം പോയിട്ടുണ്ട്. അദ്ദേഹം എന്റെ ശരീരത്തിലൂടെ ഒരു കത്തി ഓടിക്കും. ഇങ്ങനെ കത്തി ഇങ്ങനെ ഓടിച്ചോടിച്ചിങ്ങനെ ശരീരത്തിന് മുഴുവൻ ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് ആ കത്തി ഒരു പലകിലേക്ക് ഒറ്റ ഏറാണ്. അത് ചെല്ലുമ്പോഴെല്ലാം ഈ കത്തി ഓടിയ ശരീരത്തിലൂടെ ഉണ്ട്. നോക്കപ്പെടപ്പെട്ട് കത്തി കൊണ്ട് നമ്മുടെ ശരീരത്തെ ആവാഹിച്ചിരി വന്നിരിക്കുന്ന ശത്രു പിശാചിനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഓടിച്ച് ആ പലകിലേക്ക് കുത്തി നിർത്തുന്ന എന്തോ ഒരു കർമ്മമാണ്. കത്തിക്കാത്ത് എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? നിങ്ങൾ പോകുന്നവരുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഭൂലോക മന്ത്രമാണ്, ഭൂലോക ശുദ്രമാണ്, ഭൂലോക കൂടോത്രമാണ്, ഭൂലോക പിശാചാണ്. നിങ്ങൾ ഇതിന്റെ പുറകെ പോകരുത്. നിങ്ങളെ തന്നെ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഒരു കത്തി കൊണ്ട് ഒന്നും ഇറക്കാൻ പറ്റത്തില്ല. ഒരു കത്തി ഓടിച്ചുകൊണ്ടൊന്നും ഒരു ദൈവം പ്രസാദിക്കത്തില്ല. ഒരു കത്തിയിൽ ഒരു ശക്തിയുമില്ല. ശക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. നമുക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തു, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തു മാത്രമേ രക്ഷിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് വിടുതലുള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാരം, നമ്മുടെ രോഗത്തിന് പരിഹാരം, നമ്മുടെ ദുഃഖത്തിന് പരിഹാരം. നമ്മളിപ്പോൾ എന്നെ കേൾക്കുന്നവര്, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ ജീവിതം മടുത്തു, എന്റെ ജീവിതം തീർന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ വിടുവിക്കുന്നു, അവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നു അവൻ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിൽ ചരട് കെട്ടണ്ട, നിങ്ങളുടെ അരയ്ക്ക് തകിട് കെട്ടണ്ട, നിങ്ങൾ മന്ത്രവാദിയുടെ അടുത്ത് പോകണ്ട, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ വെക്കണ്ട. നിങ്ങൾ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ അകത്തൊരു റെഡ് ബൾബ് കത്തിച്ചു വെക്കും. യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ റെഡ് ബൾബ് ഇങ്ങനെ കത്തിച്ച്, ആ റെഡ് ബൾബൊക്കെ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ എന്ന വലിയ അനുഗ്രഹമാണ്. ഈ റെഡ് ബൾബ് യേശുക്രിസ്തു കാണും. യേശുക്രിസ്തു അങ്ങോട്ട് ഹാപ്പിയാകും. എന്തെല്ലാം പൊട്ട വിശ്വാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. പല ഫോട്ടോകൾ വെച്ചിട്ട് അതിന് മാലയിട്ട് വെക്കുക, അതിന്റെ താഴെ പല നിറത്തിലുള്ള ബൾബ് കത്തിച്ച് വെക്കുക. ഇതൊക്കെ കാണുമ്പം ദൈവം പ്രസാദിക്കും. ഈ ചെയ്യുന്നതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഫോട്ടോ എടുത്ത് മാറ്റണം, ബൾബ് എടുത്ത് മാറ്റണം, മാല എടുത്ത് മാറ്റണം. ഇതിലൊന്നും യാതൊരു അനുഗ്രഹവും ഇല്ല. ഇതൊരു അന്ധവിശ്വാസമാണ്. ഒരു പുണ്യമാണെന്നോ കന്യമറിയാമോ അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നവരെ കല്ലറക്കൽ പോകുക, അവിടെ പോയി നേർച്ച കാഴ്ചകൾ കഴിക്കുക. ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഒരു വിശുദ്ധനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. അവർ വിശുദ്ധരാണോ തന്നെ സ്വർഗത്തിലെ ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ഇത് രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരാള് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിൽ മാത്രം വിശ്വസിക്കുക. നമ്മള് വിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ യേശുവിലേക്കും വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഭയങ്കര സുഖമാണ്, ഇനി ഭയങ്കര ഒത്തിരി നന്മകളാണ്, ഒത്തിരി അനുഗ്രഹങ്ങളാണ്, ഇപ്പൊ അങ്ങോട്ട് കോടീശ്വരനാക്കും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പം എന്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ. ഞാൻ വിശ്വാസത്തിൽ പുതിയ ആളാണ്. യേശുവിനെ അറിഞ്ഞിട്ട് അധികം നാൾ പോലും ആയില്ല. എന്റെ വൈഫിന് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു 3 മാസം കൊണ്ട് മരിച്ചു പോകും. വയറിനകത്ത് സ്പ്ലിറ്റ്, അത് മുഴുവൻ സ്പ്രെഡായിട്ട് കുടലിലും, അത് വയറിലും കുടലിലും പാൻക്രിയാസിലും അത് മുഴുവൻ സ്പ്രെഡായി. ഇനി ഒരു ട്രീറ്റ്മെന്റും കൊണ്ടും കാര്യമില്ല, മരിച്ചു പോകും, 3 മാസം കഷ്ടിച്ച് ജീവിക്കുന്ന ഡോക്ടർമാര് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് യേശുവിനെ സാക്ഷ്യം പറഞ്ഞ് നടക്കുന്ന കാലഘട്ടമാണ്. എന്റെ പിള്ളേരാണ്, കൊച്ചു കുഞ്ഞുങ്ങള്. എന്റെ ഭാര്യ മരിക്കാൻ പോകുന്നു. എനിക്ക് കേരളത്തിൽ ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. നിപ്പിൽ ആ പച്ച മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. ആ പച്ച മരങ്ങൾ, റബ്ബർ മുഴുവൻ ഉണങ്ങിപ്പോയി. പ്രിയപ്പെട്ടവര്, നഷ്ടങ്ങൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ആ കാലയളവിൽ തന്നെ ഒരു 25 ലക്ഷത്തിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ അത് പൊട്ടി, അത് കേസായി, അതെന്നെ കളിപ്പിച്ചു. അന്നത്തെ 25 ലക്ഷം എന്ന് പറഞ്ഞ ഇന്നത്തെ എത്ര കോടിയാന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവര്, അങ്ങനെ നഷ്ടങ്ങളുമേൽ നഷ്ടം, എവിടെ തൊട്ടാലും നഷ്ടം, എവിടെ തൊട്ടാലും കഷ്ടം. എന്റെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചു സ്കൂളിൽ ചെല്ലാനായിട്ട്. ഞാൻ ചെന്നപ്പോ എന്റെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കത്തില്ല. എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുക, ക്യാൻസർ ആയിട്ട്. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. അവൻ പഠിക്കത്തില്ലെന്ന് പറഞ്ഞു. എല്ലാത്തിനും അവന് 0 നല്ല ഗ്രേഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഒന്നുമില്ല, എല്ലാം 0. പ്രിൻസിപ്പാൾ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകും
യോബ് പഠിക്കത്തില്ലെന്നും. എന്നെ പ്രിയപ്പെട്ടവര്, ഒന്നൊന്നായി എന്റെ മേൽ പ്രതികൂലത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു ഇയ്യോബ ഇയ്യോബ ഇയ്യോബ, ഇയ്യോബിന് വന്ന പോലെ. ഞാൻ പറഞ്ഞു ഞാൻ ഇയ്യോബല്ല, ഇയ്യോബിന് പകരക്കാരൻ ഇയ്യോബ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇയ്യോബാകാൻ പറ്റത്തില്ല. അയ്യോ, ഇയ്യോബിന് 5 അയലോക്കത്ത് പോലും ചില നമുക്ക് ആരെങ്കിലും പറ്റുമോ? നമ്മൾ ഇയ്യോബിനെ വെച്ച് ആരും നമ്മൾ പറയരുത് അയ്യോ ഇയ്യോബ എന്നൊന്നും. ഇയ്യോബിനെ പോലെ ഇയ്യോബ് മാത്രമേ ഉള്ളൂ. എനിക്ക് പകരക്കാരൻ ഞാൻ മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് പകരക്കാരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയ്യോബിന് പകരക്കാരൻ വേറെ ഭൂമിയിൽ ഇനി ആരും ജനിച്ചിട്ടില്ല, ജനിക്കത്തുമില്ല. ഇയ്യോബിന് പകരക്കാരൻ ഇയ്യോബ് മാത്രം. അതെ, നമുക്ക് പകരക്കാരൻ ആരുമില്ല. നമുക്ക് പകരക്കാരൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അതെ, നമ്മൾ മാത്രം, നമുക്ക് പകരക്കാരൻ നമ്മൾ മാത്രം. പ്രിയപ്പെട്ട അത് ഇടയ്ക്ക് ഞാൻ ജോലിയിൽ നിന്ന് വരുമ്പോ എന്റെ മൂത്ത മോൻ സ്കൂളിൽ നിന്ന് പന്ത് കളിച്ചിട്ട് കാല് മുട്ട് നീര് വെച്ച് കാൽ അടക്കാൻ വരാതെ കിടക്കുന്നു. എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുക. ഞാൻ രാത്രിക്ക് 10:00 എന്റെ കുഞ്ഞിനും കൂടെ എമർജൻസി റൂമിൽ ചെന്നു. ആദ്യം മുകളിലത്തെ നിലയിൽ എന്റെ ഭാര്യ കിടപ്പുണ്ട്. എന്റെ ഭാര്യയോട് പറയാ മോനുമായിട്ട് ഞാൻ താഴെ ഇരിപ്പുണ്ടെന്നു. അവള് മരിക്കാനായി കിടക്കുക, ക്യാൻസർ. ഒരു മോനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. ഒരു മോൻ കാല് നീര് വെച്ച് വേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് കരയുന്ന മോൻ. ഞാൻ പാതിരാക്കി എടുത്തു എമർജൻസി കൊണ്ടുപോയി. അയ്യോ, ഞാൻ എങ്ങനെ എന്റെ ഭാര്യയോട് പറയും? ഇങ്ങനെ ഒന്നൊന്നായി കാറ്റടിച്ചു, പ്രതികൂലത്തിന്റെ കാറ്റടിച്ചു. എനിക്കെല്ലാം റബ്ബത്തോട്ടം കരിഞ്ഞുപോയി. കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നു. അല്ലെങ്കിൽ എന്റെ ഭാര്യ മരിക്കാൻ കിടക്കുന്നു. എന്റെ പണം മുഴുവൻ പോയി. പിന്നെ എന്റെ കയ്യിൽ ഇനി കുറച്ച് രൂപ മാത്രം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. വേറൊന്നും എനിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ പോയി. മൊത്തം കേസ്, മൊത്തം കോടതി, വക്കീല്, പോലീസ് എന്ന് വേണ്ട, ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പിന്നെ ഇച്ചിരി രൂപ എന്റെ ഒരു കുറച്ച് പണമുണ്ട്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ലോൺ അടച്ച് ബില്ലടച്ച് ജീവിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ജോലി നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വരിക. ആ ബാങ്കിൽ കിടക്കുന്ന ആ ബാലൻസ് ചെറിയൊരു തുക ഏതോ കള്ളയോ കുറ്റടിച്ചോണ്ട് പോയെന്ന്. കള്ളനാണെങ്കിലും മനസാക്ഷി വേണം. എന്തുമാത്രം പണം ബാങ്കിൽ കിടപ്പുണ്ട്. അവരുടെ ആരെങ്കിലും അവന് കള്ളപ്പെട്ട് അടിച്ചോണ്ട് പോകാമല്ലോ. അവൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. എനിക്കാണ് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്റെ ഭാര്യ മരിക്കാറായി കിടക്കുക. അല്പം ബില്ലടച്ച് ഭക്ഷണം മേടിക്കാൻ ജീവിച്ചു പോകാനായിട്ട് ഇച്ചിരി പൈസകൾ ബാക്കി മുഴുവൻ പോയി. മൊത്തം കേസായി. ആ ബാങ്കിൽ കിടന്ന ചെറിയൊരു തുക, അതും ഏതോ കള്ളൻ എന്റെ കള്ളയൊപ്പിട്ട് എന്റെ ബാങ്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ മുഴുവൻ പോയി. ഞാൻ വട്ടപൂജ്യത്തെ വന്നു. എന്റെ ഭാര്യ മരിക്കാൻ കിടക്കുന്നു. നോക്കുക, ഞാൻ യേശുവിനെ വിളിച്ചവനാ. ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാ. ഞാൻ യേശുവിനെ സ്വീകരിച്ചവനാ. ഞാൻ വട്ടപൂജ്യമായി. എന്റെ മുന്നിൽ ഇനി ആത്മഹത്യയോട് വേറെ ഒന്നുമില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുക എന്താണ്? എല്ലാരും പറഞ്ഞു ഇയ്യോബ. ഞാൻ പറഞ്ഞല്ല, ഇയ്യോബിന് പകരക്കാരൻ ഇയ്യോബ് മാത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എന്നൊരു തളർന്ന് വലുതായി വൃക്ഷമായി നിന്ന മരം ഉണങ്ങി കരിഞ്ഞൊരു കുറ്റിയായിട്ട് മാറി. യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയതാ, യേശുവിനെ വിശ്വസിച്ചിറങ്ങിയതാ. എല്ലാരും വിചാരിക്കുന്നത് എന്താ? ഇപ്പൊ അങ്ങോട്ട് അനുഗ്രഹം. പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, ഞാൻ ആ മരം ഉണങ്ങി ഒരു കുറ്റിയായി മാറി. എനിക്ക് ജീവനുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ബാങ്കിൽ നിൽക്കുമ്പോഴത്തേക്ക്, ഞാൻ ജോലി നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വരുന്നത്, നിന്റെ ബാങ്കിലെ പൈസ ആരോ കള്ളയൊപ്പിട്ട് അടിച്ചോണ്ട് പോയി, പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേഗം ബാങ്കിൽ വരാൻ. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ച കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ജീവനുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഞുള്ളി നോക്കി, എനിക്ക് വേദനിക്കുന്നുണ്ടോ, കാരണം എനിക്ക് ജീവനുണ്ടോ എന്ന് അറിയാനായിട്ട്. എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. എന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ എന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ വിളിക്കും? എനിക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ദൈവമേ, എനിക്ക് ഇത് വിശ്വസിക്കാവോ? എന്തായി സംഭവിക്കുന്നത്? അറിയാമല്ലാത്തവണ്ണം അങ്ങനെ എന്റെ മുഴുവൻ എനിക്ക് നഷ്ടമായി. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് വട്ടപൂജ്യം. പ്രിയപ്പെട്ടവരെ, കേൾക്കാൻ സുഖമുണ്ടല്ലേ? ഒന്ന് അനുഭവിച്ച് നോക്കണം. നിങ്ങളൊരു സത്യം പറയട്ടെ, പിന്നെ ജീവിക്കാൻ നാട്ടുകാരെനിക്ക് പിരിവെടുത്തു. ജീവിക്കാൻ പിരിവെടുത്തു. യേശുവിനെ സ്നേഹിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും പറയുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. വലിയ അനുഗ്രഹത്തിന്റെയൊക്കെ കഥകൾ ഞാൻ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കറിയത്തില്ല അതൊക്കെ എവിടുന്ന എന്താണെന്ന്. എന്നാൽ ഒന്നെനിക്കറിയാം, ഹല്ലേലൂയ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാതിരിക്കുന്നു. നിങ്ങൾക്കൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഉണ്ട്.
നിങ്ങൾക്കൊരു ദൈവത്തിന്റെ വിളി ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് പാസ്സാകണം. നിങ്ങൾക്കൊരു ഒരുത്തൻ പട്ടാളത്തിലോ പോലീസിലോ നിങ്ങൾ എടുക്കുമ്പോൾ തോക്ക് തന്നിട്ട് പോയി വെടിവെച്ചു യുദ്ധം ചെയ്ത് പറയത്തില്ല. അവനെ ട്രെയിൻ ചെയ്യും, എങ്ങനെ തോക്ക് പിടിക്കണം, എങ്ങനെ ഉന്നം പിടിക്കണം, എങ്ങനെ മേജിൻ നിറയ്ക്കണം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കും. അത് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അത് നമ്മള് തീയിൽ കുരുത്താൽ വെയിലത്ത് വാടിപ്പോകത്തില്ല. ദൈവം നിങ്ങളെ തീയിലൂടെ നടത്തി. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണങ്ങിയ ഒരു കുറ്റിയായി മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന മഴ എന്റെ മേലെ വീഴാൻ തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന മഴ എന്റെ മേൽ വീഴാൻ തുടങ്ങി. വീണ്ടും ആ കുറ്റിയായി ഉണങ്ങി നിന്ന മരം പൊട്ടിത്തളിർക്കാൻ തുടങ്ങി. അത് വീണ്ടും പൊട്ടിത്തളിർക്കാൻ തുടങ്ങി. ആ മരം വീണ്ടും വളരുവാൻ തുടങ്ങി. അങ്ങനെ പ്രിയപ്പെട്ടവര്, ആ മരം വീണ്ടും 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 വളരുവാൻ തുടങ്ങി. അങ്ങനെ പ്രിയപ്പെട്ടവര്, ആ വളർന്ന് അതേ ഹല്ലേലൂയ, അതെ 3 മാസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ എന്റെ ഭാര്യ 21 വർഷമായിട്ട് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ഭാര്യ 3 മാസം കൊണ്ട് മരിച്ചു പോകുന്നു ഡോക്ടർ വിധി എഴുതി. 21 വർഷമായി എന്റെ ഭാര്യ ഇന്നും ആരോഗ്യത്തോട് ജീവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ എഴുതി എന്റെ ഭാര്യയ്ക്ക് സൂപ്പ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, ദഹിക്കത്തില്ല. 7 അവയവങ്ങൾ ഇന്നും എന്റെ ഭാര്യയുടെ വയറ്റിലില്ല. ഈ സൂപ്പ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇറച്ചിയോ മീനോ മുട്ടയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ അത് ദഹിക്കത്തില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. എന്നാൽ നിങ്ങൾ ആരോടും പറയത്തില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ എന്നേക്കാൾ കൂടുതൽ കഴിച്ചത് എന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ. എന്നെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചത് എന്റെ ഭാര്യയാണ്. എവിടുന്ന് ഈ അവയവങ്ങളൊക്കെ വയറ്റി വന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ദഹിക്കുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആദരിക്കുന്നു. നഷ്ടമായത് മുഴുവൻ മടങ്ങി വരാൻ തുടങ്ങി. വീണ്ടും നോർമൽ ലൈഫിലേക്ക് ഞാൻ മടങ്ങി വന്നു. അനേക രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അത് ഇപ്പൊ 115 രാജ്യങ്ങളിൽ ചെന്ന് ഈ സാക്ഷ്യം പറയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ, അതേ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ, അതിനൊരു ട്രെയിനിങ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ ട്രെയിനിങ് നമ്മൾ പാസ്സാകണം. 1-ാം ക്ലാസ്സുകാരന്റെ ടെസ്റ്റ് അല്ല MA കാരന് കൊടുക്കുന്നത്. MA കാരന്റെ ടെസ്റ്റ് അല്ല അവർ 1-ാം ക്ലാസ്സുകാരന് കൊടുക്കുന്നത്. എങ്ങനെയാണ് ശുശ്രൂഷ? ടെസ്റ്റും അങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? അതെ, ഞങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിൽ കടന്നു പോകുന്നുണ്ടോ? ഒരു ടെസ്റ്റ് പീരീഡിലാണെങ്കിൽ ഒന്നറിഞ്ഞുകൊള്ളുക, നമ്മുടെ ശുശ്രൂഷയും വലുതായിരിക്കും. എങ്ങനെ ശുശ്രൂഷയുണ്ട് അങ്ങനെയായിരിക്കും. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനൊരു തടസ്സം കണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചു കൊള്ളണം ഇതൊരു വിജയമാണ്. തടസ്സം കാണുമ്പോഴേ അറിഞ്ഞുകൊള്ളണം ഇതൊരു വിജയമാണ്. ഇത് ചില ജീവിതങ്ങൾക്ക് വിടുതലാണ്. ഇത് ചില ആത്മാക്കൾക്ക് വിടുതലാണ്. എവിടെ തടസ്സമുണ്ടോ, എവിടെ പ്രതികൂലമുണ്ടോ, അതൊരു വിജയത്തിന്റെ കാരണമായി തീരും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആഗ്രഹിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ഈ മാധ്യമത്തിലൂടെ എന്നെ കാണുന്നവരെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്തിനും ടൈമിന് ലിമിറ്റ് ഉണ്ടല്ലോ. നിങ്ങളെ ഇരുത്തി ബോറടിപ്പിക്കരുതല്ലോ. അതെ, ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ റഷ്യയിലായിരുന്നപ്പോഴത്തേക്ക് ഞാനും എന്റെ വൈഫും കൂടെ റഷ്യയിൽ വിസിറ്റിങ്ങിന് ചെന്നു. ആ റഷ്യയില് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളെ ഒരു ട്രെയിനിൽ കയറ്റി വിട്ട് ഞങ്ങളുടെ ദൂരെ ഹോട്ടലിലേക്ക് കടന്നു പോകണം. ഈ ട്രെയിനിൽ റഷ്യയിൽ മോസ്കോയിലെ ട്രെയിനാണ്. അപ്പൊ ഞങ്ങളെ ലാസ്റ്റ് ട്രെയിൻ ഞങ്ങളെ കയറ്റിവിട്ട് 10 ട്രെയിനിങ് ആണ്. അത് ട്രെയിനാണ്. ആ ട്രെയിൻ കഴിഞ്ഞ് പിന്നെ ട്രെയിൻ ഇല്ല. അപ്പൊ ഞങ്ങളോട് പോയി ഈ ട്രെയിൻ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും. അപ്പൊ ആ ട്രെയിനിൽ ഞങ്ങൾ കയറി. ഈ ട്രെയിൻ യാത്ര ചെയ്തിട്ട് ഒരു കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ ട്രെയിൻ നിന്നു. എന്നിട്ട് എന്തോ അനൗൺസ്മെന്റ് ട്രെയിനിന്റെ അകത്തുണ്ടായി. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. റഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. റഷ്യക്കാർ മുഴുവൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനും എന്റെ ഭാര്യയും ട്രെയിനിൽ ഇരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. പുറത്ത് നോക്കിയ കൂരിട്ട് എല്ലാം ഒരു കാട് പോലിരുന്നു. നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോയി. എനിക്ക് ഭാഷ വിട്ട് മനസ്സിലായില്ല. ഞങ്ങൾ കുറെ നേരം ഇരുന്നിട്ട് ട്രെയിൻ മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ല. എന്ത് പറ്റിയ ഇഞ്ചൻ കേടായി പോയി. നമ്മളത് അറിയുന്നില്ല. ആ ട്രെയിൻ അവിടെ നിൽക്കുവാണ്. ഞാൻ വിചാരിച്ചത് ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു രൂപയ്ക്ക് ഈ നമ്മുടെ പെടൽ വെട്ടിക്കൊണ്ട് പോകുന്ന ഈ റഷ്യ, ഈ മോസ്കോ സിറ്റി, ദൈവം ഇന്ന് ഞാനും എന്റെ ഭാര്യയും ഈ ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എന്റെ ദൈവം ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. വല്ലതും തട്ടിക്കൊണ്ടു പോവോ, ആരെയും ഒന്ന് വിളിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, ടെക്നോളജി കയ്യിലുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പൈസ ഉണ്ടെങ്കിലും പ്രയോജനമൊന്നുമില്ല, ടെക്നോളജി ഉണ്ടെങ്കിലും പ്രയോജനമില്ല. നമ്മുടെ എന്റെ കയ്യിൽ എല്ലാം ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും പ്രയോജനമില്ല. എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോഴും എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പ്രയോജനപ്പെട്ടില്ല. പലപ്പോഴും ടെക്നോളജി പ്രയോജനപ്പെടത്തില്ല, ചിലപ്പോഴും പണം പ്രയോജനപ്പെടത്തില്ല, ദാനം മാനം ഒന്നും പ്രയോജനപ്പെടത്തില്ല. ഈ ട്രെയിനിൽ ഇരിക്കുമ്പോഴും എന്റെ ഹൈടെക് ഫോണൊക്കെ ഇരിപ്പുണ്ട്, വാട്സാപ്പ് മെസ്സേജ് എല്ലാം ഇരിപ്പുണ്ട്, പക്ഷെ ഒരു പ്രയോജനമില്ല. ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ രക്ഷിക്കണമേ, രക്ഷിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. പെട്ടെന്നൊരു ലൈറ്റ് ഞാൻ കണ്ടു. ഒരു ലൈറ്റ് വരുന്ന ഒരു ട്രെയിൻ പോലെ വരുന്നു. ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു. ഈ ട്രെയിൻ ഇത് വന്ന് പതിയെ അങ്ങനെ ട്രെയിൻ അടുത്തോട്ട് നിന്നു. ഞാൻ പറഞ്ഞനുസരിച്ച് നമുക്ക് ചാടി, എന്റെ വൈഫ് നമുക്ക് ആ ട്രെയിനിലേക്ക് ചാടി കയറാം, കാരണം ഇത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമല്ലോ, അവിടെ ഇറങ്ങാൻ വെട്ടം വിളിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ട്രെയിനിലേക്ക് ചാടി കയറി. ഒരു ട്രെയിൻ ഞങ്ങളെ കൊണ്ട് പോവുകയാണ്.
ഇത് ഞങ്ങൾ കുറെ നേരം എവിടെ ഇങ്ങോട്ട് ഇത് ചൈനയ്ക്ക് പോവാണോ, ഇത് ആഫ്രിക്കയ്ക്ക് പോകണോ നമുക്ക് അറിയത്തില്ല. എന്നാൽ കുറെ നേരം കഴിഞ്ഞ് ട്രെയിൻ ചെന്ന് നിന്നു. ഞങ്ങൾ നോക്കും വെട്ടം വെളിച്ചം കാണാം. പുറത്തിറങ്ങിയപ്പോൾ നോക്കി, ഇവിടെ ഇതൊരു വെട്ടം കാണുന്നുള്ളൂ, ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നി. ഞങ്ങൾ അവിടെ എല്ലാം റഷ്യൻ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പേര്. ഇത് ഞങ്ങൾ ഇത് നോക്കിയപ്പോ ഇത് നമ്മുടെ തന്നെ സ്റ്റേഷനാണെന്ന്. ഞങ്ങൾ ഇറങ്ങേണ്ട അതേ സ്റ്റേഷനിൽ വന്ന് ഈ ട്രെയിൻ നിൽക്കുവാനിടയായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇറങ്ങേണ്ട അതേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ആ ട്രെയിൻ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ആ ട്രെയിൻ മുഴുവൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒറ്റ പാസഞ്ചേഴ്സ് ഇല്ല. പാസഞ്ചേഴ്സ് ഇല്ലാത്തൊരു ട്രെയിൻ. ഉടനെ അവിടെ സ്കെഡ്യൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അറൈവൽ ആൻഡ് ഡിപ്പാച്ചർ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സ്കെഡ്യൂൾ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു അറൈവൽ ഇങ്ങനത്തെ ടൈമിൽ ട്രെയിൻ ഇല്ല. സ്കെഡ്യൂളിലോ ട്രെയിൻ ഇല്ല, ഈ ട്രെയിനകത്ത് പാസഞ്ചേഴ്സും ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ എനിക്കറിയത്തില്ല സ്വർഗത്തിൽ നിന്ന് വന്ന ട്രെയിൻ ആണോ, അയ്യോ എനിക്കറിയത്തില്ല ഭൂമിയിൽ വന്ന ട്രെയിൻ ആണോ. പക്ഷെ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടി റഷ്യയിൽ വന്നെന്ന് എനിക്കറിയാം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് കൂടിയായിരിക്കുന്നു. ഒരു കാര്യം കൂടെ റഷ്യയിൽ ഒരു സാക്ഷി കൂടെ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഒരു മീറ്റിംഗിൽ ഞങ്ങളെ ക്ഷണിച്ചു. ആ മീറ്റിംഗില് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്നത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് അവർ റഷ്യൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, കാരണം അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അങ്ങനെ ആ മീറ്റിംഗ് ഞങ്ങൾ പോയി. എല്ലാവരും ഇരിക്കുകയാണ്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ വന്നില്ല. അങ്ങനെ അവിടെ ഇങ്ങനെ പാട്ട് പാടി ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ പാട്ട് നീട്ടി പാടിക്കൊണ്ടിരിക്കുക. കുറെ നേരമായി. മീറ്റിംഗ് തീരാൻ സമയമായി. ട്രാൻസ്ലേറ്ററെ കണ്ടില്ല. ട്രാൻസ്ലേറ്റർ വന്നില്ല. ദുഷ്ടപിശാച് ട്രാൻസ്ലേറ്ററെ തടഞ്ഞു. അല്ലെങ്കിൽ എവിടെ തടസ്സമുണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവിടെ വലിയ വിജയമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനോ, നമ്മൾ ഭാരപ്പെട്ട് അവിടെ ഇരിക്കുക. എന്ത് സംഭവിക്കും ദൈവമേ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ആർക്കും ഭാഷ അറിയത്തില്ലല്ലോ. അവസാനം മീറ്റിംഗ് തീരാൻ സമയമായി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ വിശ്വാസത്തോടെ എഴുന്നേറ്റു പ്രസംഗിക്കാനായിട്ട്. ഇവർക്ക് എന്റെ ഇംഗ്ലീഷ് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും എന്നെ ദൈവം അയച്ചെങ്കിൽ ഞാൻ എനിക്ക് തന്ന മെസ്സേജ് പറഞ്ഞിട്ട് പോകും. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു റഷ്യക്കാരൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്രസംഗിക്കുന്നു, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാൻ പ്രസംഗം, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അയ്യോ, നിനക്ക് ഇപ്പൊ എവിടെ നിന്ന് ഇംഗ്ലീഷ് വന്നു? ഞാൻ പ്രസംഗിക്കുന്നു, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്റെ പ്രസംഗം തീർന്നു, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷും തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുക. ഹോളി സ്പിരിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. അതേ പ്രിയപ്പെട്ടവരെ, ഭാഷയുടെ ഉടയവൻ എന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്പസമയത്തേക്ക് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നോളജ് കൊടുത്തു. ഇംഗ്ലീഷിൽ ഹല്ലേലൂയ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൃപ കൊടുത്തു. അദ്ദേഹം നല്ലപോലെ എന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുക ദൈവം ഇടയാക്കി. അതേ ഒരുപാട് അനുഭവങ്ങൾ അതേ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കൂടി ആഗ്രഹിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ചൈനയിലെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. അല്ലെങ്കിൽ ചൈനയില് ഞാൻ വിചാരിച്ച ചൈനയിലെ ഭയങ്കര ചൂട് രാജ്യമെന്ന ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. ഞാനിങ്ങനെ തണുപ്പ് കാലത്തെ കോട്ടോ ജാക്കറ്റോ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ സാധാരണ ഒരു ചൂട് കാലത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് ചൈനയിൽ ചെന്ന് ചാടി. പ്രിയപ്പെട്ടവർ, ചെന്നപ്പോ ഭയങ്കര തണുപ്പ്. എന്റെ ശരീരത്തിന് തണുപ്പ് അത്ര പിടിക്കത്തുമില്ല. എന്നാൽ അന്ന് ഇറങ്ങുമ്പോൾ ചൈന ഭാഷ അവിടെ എന്റെ എയർപോർട്ടിൽ നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇതെന്നാ ഇന്ത്യൻ ഭാഷ ഇങ്ങനെ വന്നിരിക്കുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞു എന്റെ ഭാഷ ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു ഒരു ജാക്കറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം ഭയങ്കര ചൂടാണെന്നാ ഞാൻ വിചാരിച്ചു. എന്റെ ഭാവനയിലെ ചൈന ചൂട് രാജ്യമാണെന്നാ, അവിടെ തണുപ്പേ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്നിറങ്ങുന്നിടത്ത് ഭയങ്കര തണുപ്പ്, കൊടും തണുപ്പ്, എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നു. പുള്ളി പറഞ്ഞു, ഇനി ഒരു ജാക്കറ്റ് മേടിക്കാൻ പോകാനും സമയമില്ല, ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്, മീറ്റിംഗ് റെഡി ആയിരിക്കുകയാണ്. എന്നെ കൊണ്ട് മീറ്റിങ്ങിന് കൊണ്ടുപോകാണ്. ഞാൻ എയർപോർട്ടിൽ നേരെ ഞങ്ങൾക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് ചർച്ചകളാണ്. നിങ്ങൾക്കറിയാം ഭൂമിക്കടിയിലെ ചർച്ച്. നമുക്കറിയാം മുകളിൽ ഇത്രയും തണുപ്പാണെങ്കിൽ അടിയിൽ അതിനേക്കാളും ഭയങ്കര തണുപ്പാണ്. എന്നെ അങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ചിലേക്ക് കൊണ്ടുപോകാണ്. 10 ഒത്തിരി ചൈനക്കാരെല്ലാം വന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അവിടെ ഒന്നും വിസിറ്റേഴ്സ് അധികം ഇല്ല. വിസിറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഇന്ത്യൻ ഭാഷ കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി ചൈനക്കാർ കേൾക്കാൻ വന്നിരിക്കുകയാണ്. അധികം വിസിറ്റേഴ്സ് ഇല്ല, കാരണം പോലീസ് പിടിച്ചാൽ പിന്നെ സൂര്യപ്രകാശം കാണത്തില്ല, പലരും പോകത്തില്ല. അത് കാരണം പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ പോകുവാൻ ദൈവം എനിക്ക് ബാക്കി നിന്നു. അതെ, അവിടെ നിന്നിട്ട് എന്റെ കൈകളെല്ലാം മറയ്ക്കാൻ തുടങ്ങി. എന്റെ കൈയെല്ലാം ഇങ്ങനെ കോച്ചി തുടങ്ങി. എന്റെ വിരലുകൾ, പ്രത്യേകിച്ച് എന്റെ കാല് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. തണുത്ത് അയ്യോ, ഞാൻ ആരെങ്കിലും ഒരു പ്ലഗ് കുത്തി ഒരു ഹീറ്റർ വെച്ചിരുന്നെങ്കിൽ അല്പം ഒരു ശകലം ഹീറ്റ് കിട്ടുന്നത് ഞാൻ ആഗ്രഹിച്ചു. അവിടെ ഹീറ്റിംഗ് ഇല്ല, ആ ഒരു ശകലം പോലും ഇല്ല. പക്ഷെ ചൈനക്കാരെല്ലാം പ്രിപ്പയർ
പ്രിപ്പയർ ആയിരുന്നു. അവർ തൊപ്പി വെച്ചിരുന്നു, അവർ ഡബിൾ ജാക്കറ്റ് വെച്ചിരുന്നു, അവർ ഡബിൾ സോക്സ് ആയിരുന്നു, അവർ ഡബിൾ പാന്റ് ആയിരുന്നു. അവർ തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അവർക്ക് തണുപ്പില്ല. പക്ഷെ എനിക്കതൊന്നും ഇല്ലായിരുന്നു. ഞാൻ തണുത്ത് വരയ്ക്കാണ്. പ്രത്യേകിച്ച് എന്റെ ബോഡി ഒട്ടും തണുപ്പ് എടുക്കത്തില്ല. അങ്ങനെ എന്റെ അങ്ങനത്തെ എനിക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല. അങ്ങനത്തെ ഞാനാണ് കൊടും തണുപ്പ് നിൽക്കുകയാണ്. എന്റെ ശരീരം മുഴുവൻ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഞാൻ വീഴുമല്ലോ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാ? എങ്ങോട്ട് പോകും? ഞാൻ എങ്ങോട്ട് നോക്കിയാലും തണുപ്പ്, എങ്ങോട്ട് ഇറങ്ങിയാലും തണുപ്പ്, ഒരു രക്ഷയില്ല. എനിക്ക് ജനം എന്നെ കാണാൻ കേൾക്കാൻ വന്നിരിക്കുന്നു. ദൈവമേ രക്ഷിക്കണമേ. നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. ഞാൻ വിളിച്ചു ദൈവമായ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നാവിന്മേലുള്ള അധികാരം എടുത്തു. നാവിന്മേലുള്ള അധികാരം, അതെ, നമ്മൾ പോസിറ്റീവ് വിളിച്ചു പറയുക, ശക്തിയോടെ നമ്മൾ വിളിച്ചു പറയുക പോസിറ്റീവ്. അത് ദൈവനാമത്തിൽ പ്രഖ്യാപിക്കുക. നമ്മൾ പ്രഖ്യാപിക്കുക വചനം. നമ്മൾ നമ്മുടെ നാവിന്മേലുള്ള അധികാരം എടുക്കുക. ഞാൻ വിളിച്ചു പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ കാലാവസ്ഥയോട് മാറുവാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന ഈ കാലാവസ്ഥയോട് മാറുവാൻ. ഉറച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥ മാറുവാൻ കൽപ്പിക്കുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും വിചാരിച്ച് ഇന്ത്യയും പാസ്റ്റർക്ക് വട്ട് പിടിച്ചെന്ന്. ശരിയാണ്, ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. വട്ടുപോലെയൊക്കെ തോന്നും എനിക്ക്. ചില പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. ഞാൻ എന്തോ ചെയ്യും, ഞാൻ എന്നാ ചെയ്യും ആ സാഹചര്യത്തിൽ. ഞാൻ വീണ്ടും വിളിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥയോട് ഞാൻ കൽപ്പിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ വിളിച്ചു പറഞ്ഞു കാലാവസ്ഥ മാറി, ഈ കാലാവസ്ഥ യേശുവിന്റെ നാമത്തിൽ. ഞാൻ നോക്കി, ആരെങ്കിലും കോട്ട് ഊരിയിട്ടോ എന്ന് ഞാൻ നോക്കി. ആരെങ്കിലും തൊപ്പി മാറ്റിയോ? ചൂട് തുടങ്ങിയോ? ആരും കോട്ട് ഊരുന്നില്ല, ആരും തൊപ്പി മാറ്റുന്നില്ല. അയ്യോ, ആർക്കും ഒരു വ്യത്യാസം വന്നിട്ടില്ല. വീണ്ടും ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു വിളിച്ചു പറഞ്ഞു. ഞാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വീണ്ടും നോക്കി, ആരെങ്കിലും കോട്ട് ഊരിയിട്ടോ? ആരെങ്കിലും തൊപ്പി ഊരിയോ? ചൂടായോ? മുറിക്കകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു അത്ഭുതം നടന്നു. ഞാൻ നിൽക്കുന്നിടത്ത് ഇങ്ങനെ ചൂടടിക്കാൻ തുടങ്ങി. എനിക്ക് റൗണ്ട് മുഴുവൻ നല്ല ഹീറ്റ് വരുന്നു. എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിൽ ഹീറ്റ് വരുന്നെന്ന്, എന്റെ ശരീരം ചൂടാകുന്നെന്ന്. എന്റെ വിരലുകളൊക്കെ നിവരാൻ തുടങ്ങി. എന്റെ ശരീരത്തിന്റെ അതിലെ അവസ്ഥകളൊക്കെ മാറാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ ജീവൻ വെക്കാൻ തുടങ്ങി. എന്റെ ശരീരം ചൂടുപിടിക്കുന്ന എനിക്ക് മനസ്സിലായി. അത് എവിടുന്നോ ഹീറ്റ് അടിക്കുന്നു, നല്ല ഹീറ്റ് വരുന്നു. നാല് വശത്തൂടെ ഹീറ്റ് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ നിൽക്കുന്നിടത്ത് മുന്നോട്ട് മാറിയാല് ഭയങ്കര തണുപ്പ്, ഞാൻ പുറകോട്ട് മാറിയാൽ ഭയങ്കര തണുപ്പ്. പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് നല്ല ചൂട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച് ഈ മുറി മുഴുവൻ ചൂടാതല്ല. മുറി മുഴുവൻ ചൂട് വന്നില്ല. ഞാൻ നിൽക്കുന്ന അത്രയും ഭാഗം മാത്രം ചൂട്. ഞാൻ അതിന് അവിടുന്ന് മുന്നോട്ട് മാറിയ തണുപ്പ്, ഞാൻ പുറകോട്ട് മാറിയ തണുപ്പ്. അതെ, ഒരു മുറിക്കകത്ത് രണ്ട് കാലാവസ്ഥ. നിങ്ങൾ ഭൂമി ഉണ്ടായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ചൈനയിൽ നടന്ന അത്ഭുതമാണ്. ഒരു മുറിക്കകത്ത് രണ്ട് കാലാവസ്ഥ. ഞാൻ നിൽക്കുന്നിടത്ത് അത്രയും റൗണ്ട് മുഴുവൻ നല്ല ഹീറ്റ്. ഞാൻ മുന്നോട്ടിറങ്ങിയാൽ ഭയങ്കര തണുപ്പ്, ഞാൻ പുറകോട്ട് മാറിയ തണുപ്പ്, ഞാൻ നിൽക്കുന്നിടത്ത് നല്ല ഹീറ്റിംഗ്. ഹല്ലേലൂയ. അതെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ മുറി മുഴുവൻ ചൂടാകാൻ, ഞാൻ വിചാരിച്ച പ്രദേശം മുഴുവൻ ചൂടാകാൻ. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. പക്ഷെ ഞാൻ നിന്നിടത്ത് നല്ല ചൂട്. അതെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് യേശു ക്രിസ്തു മാത്രമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സമയം ഒത്തിരി ആയല്ലോ. അതെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന എന്റെ കൂടെ പ്രാർത്ഥിക്കാം. ഇന്നുവരെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിലേ നിങ്ങൾക്ക് എന്റെ കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്കൊരു നല്ല അവസരമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിത് പറയുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടിച്ച് ദൂരെ കളയുക. ഒരു തകിടുണ്ടെങ്കിൽ അത് കണ്ടിച്ച് എടുത്ത് ദൂരെ കളയുക. കൂടോത്രം നിങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയുക. നിങ്ങളുടെ അതിൽ ഫോട്ടോകൾ വെച്ചിട്ടുണ്ടോ? അതൊന്നും വിശ്വസിക്കരുത്. അതൊക്കെ എടുത്ത് കളയുക. യേശുവിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ഈ പ്രാർത്ഥന എന്റെ കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ദൈവം നിങ്ങളെ ആരും സ്നേഹിക്കാനില്ല. നിങ്ങളെ ആരും സ്നേഹിക്കാനില്ല. നിങ്ങളുടെ കൈയുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ നഷ്ടമാണ്. നിങ്ങൾ എവിടെ കാലുകുത്തിയാലും എവിടെ കൈവച്ചാലും അത് മുഴുവൻ നഷ്ടമാണ്. എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് ഓട്ടസഞ്ചിയാണ്, നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തില്ല. അതേ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓട്ടസഞ്ചിയാണോ നിങ്ങളുടെ ജീവിതം? അല്ലെങ്കിൽ പ്രതികൂലമാണോ ജീവിതം? ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതല്ല, ഒരുപക്ഷെ ആത്മഹത്യയാണോ നിങ്ങളുടെ മുമ്പിൽ? എങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ സന്നദ്ധനാണ്. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവന് താല്പര്യമുണ്ട്. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തു സമർപ്പിച്ചു കൊടുക്കുക. അതൊരു നിമിഷം മതി. അത് പറയും, കർത്താവേ, ഞാനൊരു പാപിയാകുന്നു ഏറ്റു പറയുക. എന്റെ കൂടെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പാപിയാകുന്നു,
എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെ നമ്മളൊക്കെ പാപം ചെയ്തു. ദൈവത്തോട് ഏറ്റു പറയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അതെ, കർത്താവായ യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കുന്നു. കർത്താവായ യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളത് വാഗൊണ്ട് ഏറ്റു പറയണം. അതെ, ഞാൻ യേശുവിനെ എന്റെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കുന്നു. ഇഫ് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ജീസസ് വിൽ അക്സെപ്റ്റ് യു. നിങ്ങൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യണം, അപ്പോൾ യേശു നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വാഗൊണ്ട് ഏറ്റു പറയുന്നത്, കർത്താവേ അതെ ഞാൻ വിശ്വസിക്കുന്നു, യേശു കർത്താവ് എന്റെ കർത്താവും എന്റെ രക്ഷകനും ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റുപറഞ്ഞു. നിങ്ങൾ വാഗൊണ്ട് ഏറ്റു പറയുക, കർത്താവേ ഞാൻ നിന്നെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തെ രക്ഷിക്കണമേ, എന്റെ ജീവിതത്തെ വിടുവിക്കണമേ, എന്റെ ജീവിതത്തെ കാക്കണമേ, എന്റെ ജീവിതത്തെ എല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ കർത്താവ് യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതമായി സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് രക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞ് നിങ്ങൾ വചനം ബൈബിള് വായിക്കുക മാത്രമല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അത് പഠിക്കണം, അത് പ്രകാരം ജീവിക്കണം. അങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾക്ക് മോചനം തരും, നിങ്ങളുടെ ബന്ധനത്തിന് ദൈവം നിങ്ങൾക്ക് മോചനം തരും, നിങ്ങളെ കെട്ടുകളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചെടുക്കും, നിങ്ങളെ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കി തീർക്കും. അതിന്റെ അർത്ഥം നിങ്ങളെ ഇപ്പൊ അംബാനി ആക്കുമെന്നല്ല. അതിന്റെ അർത്ഥം നിങ്ങളെ ഇപ്പൊ കോടീശ്വരനാക്കുമെന്നല്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസം വരത്തില്ല, പ്രതികൂലം വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇതൊക്കെ ഉണ്ടാകാം, പക്ഷെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിനെ സ്വീകരിക്കുക. അവൻ നിങ്ങളുടെ രക്ഷകനാണ്. യേശു മാത്രം രക്ഷകനുണ്ട്. There is so many God around the world, but Jesus is the only one, the true God, the real God, the Almighty God. That's only Jesus Christ. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്റെ സാക്ഷ്യം, എന്റെ അനുഭവം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ പലർക്കും ഷെയർ ചെയ്യുക. പലർക്കും ഇത് ഒരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ബ്രദർ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.